Good morning, all. Good morning, sir. Good morning, sir. Good morning, sir. Silent pair എടുത്തോ 2 minute. ആരാണ് CF ഇത് ID ജോയിൻ ചെയ്തിരിക്കുന്ന അമീനാണോ? സാർ സിയാഫിദാണ് ID ജോയിൻ ചെയ്യുന്നത്. മറന്നുപോയി മാറ്റണം. നിങ്ങൾ നിങ്ങളുടെ ID നിന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങളല്ലെങ്കിൽ ഞാൻ പെണ്ണുങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് വിളിക്കും കേട്ടാ. ഇർഫാൻ ഷംസുദ്ദീൻ, സാർ എന്താ ഇർഫാൻ ഒരു ലെൻസ് എന്ന് പറഞ്ഞ? ലെൻസ് എന്ന് പറയുമ്പോ ഒരു ലൈറ്റ് ലൈറ്റിനെ കിടത്തി വിടുന്ന ഒരു ഇതാണ് ലെൻസ് ആണോ? ഇത് ലെൻസ് ആണോ? അല്ലല്ല, ഒരു ലൈറ്റ് കടന്നു പോകണം ഉള്ളിൽ കൂടെ. ലൈറ്റ് ഉള്ളിൽ കൂടെ കടന്നു പോകണം. മതിയാ? ലൈറ്റ് ഉള്ളിൽ കൂടെ കടന്നു പോയാൽ മാത്രം മതിയാ? അങ്ങനെ ഒരു സ്കെയിൽ എന്ത് ചെയ്യേ? അത് കൃത്യം ഒരു പോയിന്റ് ചെയ്തോ, ഒരു റിഫ്രാക്ട് ചെയ്ത. അല്ല, ഞാൻ ഒരു സ്കെയിൽ എടുത്താൽ ലെൻസ് ആണോ അത്? ചേട്ടാ ഇനി ഒരു നാളെ കടയിൽ ചെന്നിട്ട് ചേട്ടാ 2 ലെൻസ് തരാൻ പറഞ്ഞ ഒരു സ്കെയിൽ എടുത്ത് തരുമോ? ലൈറ്റ് കടത്തി വിട്ടാൽ മാത്രം പോരാ, വേറെന്തോ പ്രത്യേകത കൂടി ഉണ്ട്. അതിന്റെ ഷേപ്പ്, അതിന്റെ ആ ഷേപ്പിലോ തിക്നെസ്സിലോ എന്തെങ്കിലുമൊക്കെ റൗണ്ട് ഷേപ്പ് ആയിരിക്കും. റൗണ്ട് വട്ടത്തില് ഇങ്ങനെയാ? പരന്നിട്ടെന്ന് ഇപ്പൊ ചോദിച്ചു. അബ്ദുൽ അസീസ്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല അബ്ദുൽ അസീസ്. ഓക്കെ, എന്താണ് കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത? എന്താ കോൺകേവ് ലെൻസിന്റെ? കണ്ണടച്ച് പറഞ്ഞു. കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത കണ്ണടച്ച് പറഞ്ഞു. കർവ്ഡ് ഇന്നോ? അപ്പൊ ഒരു കോൺകേവ് മിററിനകത്ത് ട്രാൻസ്പെറന്റ് ആക്കി കഴിഞ്ഞാൽ അതിനെ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കാം. അപ്പോ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മിറർ, രണ്ട് സൈഡും കർവ്ഡ് ഇന്നായിരിക്കണം. രണ്ട് സൈഡും കർവ്ഡ് ഇന്നായിരിക്കും. രണ്ട് സൈഡും കർവ്ഡ് ഇന്നായിരിക്കണം. എന്താ മീൻ ചെയ്യുന്നത്? ആ തിക്നെസ് വെച്ച് പറഞ്ഞാൽ എന്ത് എളുപ്പമാണ്. ആ തിക്നെസ് വെച്ച് പറഞ്ഞാൽ പോരെ? സെന്റർ തിന്നായിരിക്കണം. സെന്റർ തിന്നായിരിക്കും, സൈഡ്സ് തിക്കായിരിക്കും. അത് തന്നെ കേട്ടോ. എഡ്ജ് തിക്കായിരിക്കണം, അത് മതി. നമ്മൾ കർവ്ഡ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിനെ ലെൻസ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സ്കെയിൽ ഇങ്ങനെ വളച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്പെറന്റ് സാധനം ഇങ്ങനെ വളഞ്ഞിരുന്നു എന്ന് വിചാരിച്ചാൽ അത് ലെൻസ് ആവില്ല. അതിന്റെ തിക്നെസ്സിൽ ഉള്ള കാര്യം കൂടി പറയണം കേട്ടോ. നമ്മൾ അങ്ങനെ പഠിച്ചു, തിക്നെസ് വെച്ചിട്ടാണ് പറഞ്ഞതെന്ന്. ഓക്കെ, അഹമ്മദ് ഹലീം, എങ്ങനെയാ നമുക്ക് സ്പെരിക്കൽ ലെൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്പെരിക്കൽ ലെൻസ്, വാട്ട് ഈസ് എ സ്പെരിക്കൽ ലെൻസ്? Spherical lens, a transparent medium with 2 sides curved.
ടു സൈഡ് കർവ് ആവണം അല്ലെ, എന്നാലാണ് നമുക്ക് സ്പെരിക്കൽ ലെൻസ്, അല്ലെങ്കിൽ നമുക്ക് ലെൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഒരു സൈഡ് കർവ് ആണെങ്കിൽ. ഓക്കെ, ഫസ്ന ഫാത്തിമ. എന്താ ഫസ്ന ഫാത്തിമ ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്താ? ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ? Rays parallel to principal axis after refraction will converge at a point called the principal focus. ആൽബിൻ ജെയ്സൺ, Sir. ഒരു കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ? ഒരു കോൺകേവ് ലെൻസിന്റെ The principal axis of parallel to converge, appear to converge a point. appear to meet at a point അല്ലെങ്കിൽ appear to diverge from a point. ഓക്കെ, appear to diverge from a point എന്ന് പറയാം, അല്ലെങ്കിൽ appear to meet എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അബിൻ കെ എൽദോസ്. സാർ ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ എവിടെ നമ്മൾ ഇമേജ് കണ്ടേ? ദൂരെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ അതിന്റെ ഇമേജ് നമ്മൾ എവിടെ കണ്ടേ? കോൺകേവ് ലെൻസിൽ. ശരിക്കും ശ്രദ്ധിക്കണം, കോൺകേവ് ലെൻസിൽ ദൂരെ ഒബ്ജക്റ്റ് ഇരുന്നപ്പോ ഇമേജ് എവിടെയാ കണ്ടേ? കോൺകേവ് ലെൻസിൽ. ബുക്കിൽ നോക്കാണ്ട് പറ, ബുക്കിൽ നോക്കല്ലേ. സാർ അറ്റ് സീലാണോ? അല്ലല്ലോ. ഐഷ എവിടെയാ കണ്ട? ഐഷ അറ്റ് ഫോക്കസിൽ അല്ലെ. ഓക്കെ, എവിടെയാ കണ്ടേ? റിയൽ ആയിരുന്നോ വിർച്വൽ ആയിരുന്നോ? റിയൽ ഇമേജ് ആയിരുന്നോ വിർച്വൽ ഇമേജ് ആണോ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോ കിട്ടിയത്? കോൺകേവ് ലെൻസിൽ. ഐഷ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ റുഫൈദ പറയട്ടെ, റുഫൈദ പറയട്ടെ. റിയൽ ആയിരുന്നോ വിർച്വൽ ആണോ? ഏതാ കിട്ടിയേ? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് രണ്ടാമത് എടുത്ത ലെൻസ് കോൺകേവ് ലെൻസ്. എങ്ങനെയാണ് കിട്ടിയേ? വിർച്വൽ ആണ് കിട്ടിയത്. ഓക്കെ, അമ്ന അമീൻ. ബുക്കിൽ നോക്കിക്കൊണ്ടിരിക്കില്ലേ? കണ്ണടച്ചേ. കണ്ണടച്ചോ. എന്നിട്ട് പറഞ്ഞു ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആയിരുന്നു ഇപ്പൊ ഇമേജ് എവിടെ കിട്ടിയേ? ഒബ്ജക്റ്റ് ബിയോണ്ട് സി വെക്കുമ്പോ ഇമേജ് എവിടെ കിട്ടുക? എവിടെയാ ബിയോണ്ട് സി ഒബ്ജക്റ്റ് വെക്കുക നമ്മള്? കോൺവെക്സ് ലെൻസ്. ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആയിരിക്കും. ഓക്കെ, ഷാരൂഖ് ഫാറൂഖ്. ബിറ്റ്വീൻ എഫ് ആൻഡ് സി എന്നല്ല, കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് പറയണം കേട്ടോ. ബിറ്റ്വീൻ F1 ആൻഡ് C1 എന്ന് പറയണം. ലെൻസ് ആവുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എഫും സി ഒക്കെ ഉള്ളത് കൊണ്ട് F1 C1 എന്ന് പറയണം കേട്ടോ. അത് മതി ടീച്ചർമാർക്ക് മാർക്ക് കുറയ്ക്കാൻ കേട്ടോ. അതുകൊണ്ട് ഓർത്തിരിക്കുക, F1 C1 ആണോ F2 C2 ആണോ എന്നൊക്കെ പറയണം. ബിറ്റ്വീൻ F2 C2 എന്ന് പറയണം, കാരണം നമ്മൾ F1 C1 ലെഫ്റ്റ് സൈഡിലല്ലേ, F2 C2 എന്ന് പറയണം. ഓക്കെ, ഷാരൂഖ്. ഒരു കോൺവെക്സ് ലെൻസിൽ എഫിന്റെയും പിയുടെ ഇടയ്ക്ക് ഞാൻ ഒബ്ജക്റ്റ് വെച്ച ഇമേജ് എവിടെ ആയിരിക്കും കിട്ടുക? എഫിന്റെയും പിയുടെ ഇടയ്ക്ക്, ബിറ്റ്വീൻ F ആൻഡ് P, F1 ആൻഡ് P. അയാൻ. അല്ല, അയാൻ. പറഞ്ഞോ. എഫിന്റെ ഓയുടെ ആണ്. എഫിന്റെ ഓയുടെ ഇടയ്ക്ക്. സാർ ആ ഇമേജ് വെച്ച സ്ഥലത്ത്, ഒബ്ജക്റ്റ് വെച്ച സ്ഥലത്താണ് ഇമേജ് കിട്ടും. ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇമേജ് കിട്ടും. അബ്ദുൽ അസീസ് എവിടെയാ കിട്ടുക? ഓക്കെ, ശരിയാണ് അബ്ദുൽ അസീസെ. ഒബ്ജക്റ്റ് വെച്ച സ്ഥലത്ത് തന്നെയാണോ കിട്ടുക? ആണോ? അതോ ഒബ്ജക്റ്റ് വെച്ച സൈഡിലാണോ കിട്ടുക? അങ്ങനെ ഒബ്ജക്റ്റ് വെച്ച സൈഡ് ആണ് കേട്ടോ. ഞാൻ ഇപ്പൊ പേര് എഴുതുന്നില്ല, ഓർത്തിരിക്കാം കേട്ടോ, മാറിപ്പോരുതേ. ഒബ്ജക്റ്റ് വെച്ച അതേ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റ് എവിടെയാണ് ഇരുന്നത് അവിടെ തന്നെ കിട്ടിയെന്ന് അതിന്റെ അർത്ഥം കേട്ടോ. ഒബ്ജക്റ്റ് ഇരുന്ന അതേ സൈഡില്. ഓക്കെ, ആ സൈഡിലാണ് കേട്ടോ. അല്ലാണ്ട് ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ചാൽ അവിടെ തന്നെ നമുക്ക് കിട്ടൂല. ഒബ്ജക്റ്റ് ഇരുന്ന സൈഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവരും ബുക്ക് എടുത്തേ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ഇമേജ് ഫോർമേഷൻ ആക്ടിവിറ്റി ചെയ്തല്ല കണ്ടേ, പക്ഷെ നമുക്ക് എക്സാമിന് ഇതൊന്നും ചെയ്യാൻ പറ്റുമോ? എക്സാമിന് നമുക്ക് കുറെ ലെൻസും നമ്മുടെ ആക്ടിവിറ്റി കിറ്റ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റുമോ? എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ട് ഇങ്ങനെ രണ്ട് ലെൻസും വെച്ചിട്ട് സ്ക്രീനും വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു പുതിയൊരു മെത്തേഡ് ഉണ്ട്, ഒരു റേ ഡയഗ്രാം മെത്തേഡ് കേട്ടോ. ഇത് പഠിക്കാനുള്ള വേറൊരു മെത്തേഡാണ് റേ ഡയഗ്രാം. അപ്പൊ ഇമേജ് ഫോർമേഷൻ യൂസിങ് റേ ഡയഗ്രാം എന്ന് ഹെഡിങ് കൊടുക്കാം. ഇമേജ് ഫോർമേഷൻ യൂസിങ് റേ ഡയഗ്രാം. ഓക്കെ, അതുപോലെ ലൈറ്റ് റേ ഡയഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ലൈറ്റ് റേ റൂള് പഠിക്കുന്നുണ്ട് അല്ലെ. ലൈറ്റ് റേ റൂള് പഠിക്കാറുണ്ട്. റേ ഡയഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് റേ റൂള് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞതെന്ന് ഓൾറെഡി മനസ്സിലായി കാണും. ലൈറ്റ് റേ റൂൾ അറിയാത്തവർക്കൊക്കെ റേ ഡയഗ്രാം
തീരുമാനമാണ് കേട്ടോ. അതുകൊണ്ട് ലൈറ്റ് റേ റൂൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ റേ ഡയഗ്രം ഒന്നുമില്ല, ജസ്റ്റ് വരച്ചു പോയാൽ മതി. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇന്ന് മുതൽ ഒരു പുതിയൊരു കാര്യം കൂടി നിങ്ങളെ ഇൻഫോം ചെയ്യുവാണ്. നമ്മളൊരു പുതിയൊരു സിസ്റ്റം കൂടി കൊണ്ടുവരുവാണ്, NL വേറെ ഒന്നുമല്ല, നോട്ട് ലൈവ്. അതായത് നിങ്ങളിപ്പോ ഇതിപ്പോ ഞാനിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എപ്പോഴാണ്, ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ, എന്നിട്ട് ഇല്ലാത്തവരുടെ പേര് നോട്ട് ചെയ്യും. അതല്ലാണ്ട് ഇനി മുതൽ ക്ലാസ്സിന് ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് വേറെ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറയുവാണ്, പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോകുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ചോദിക്കും, അമാനിലാഹി സാർ എങ്ങനെ പോകുന്ന ലൈറ്റ് റേ ആണ് അമാനെ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നത്? പാരലായിട്ട് പാരലായിട്ട്. മിടുക്കൻ, ഓവർ. ഓക്കെ, അപ്പൊ ഇതെന്താ വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് എനിക്ക് 2 പേരെ കിട്ടി കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ ലൈവ് അല്ലാത്തവരൊക്കെ നമുക്ക് പിടികൂടണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലരൊക്കെ വെറുതെ വന്നിരിക്കും ഒന്നും കേൾക്കാണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ, എനിക്ക് അപ്പൊ പിടികിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ഓക്കെ, ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ ഇനി മുതൽ അങ്ങനെ ഒരു സിസ്റ്റം കൂടി നമ്മൾ കൊണ്ടുവരുവാണ് കേട്ടോ. നല്ല സിസ്റ്റം അല്ലേ? ഓക്കെ, നല്ല സിസ്റ്റം. ഓക്കെ, ഞാൻ തന്നെ പറയുന്നു. ഇല്ല, നല്ലതാണ്. എനിക്കിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് അതുകൊണ്ട് 2 പേരെ കിട്ടി അല്ലെ ക്ലാസ്സിൽ. അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ലല്ലോ ആരൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ പറയാം. അത് ബുക്കിലൊന്ന് നോക്കിയാൽ മതി. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5-10 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സുഖമായിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഉള്ളെങ്കിലാണ് നമുക്ക് ക്ലാസ്സിൽ ലൈവ് അല്ലാത്തവരെ പിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് റൂള്, നിങ്ങൾക്ക് മിറർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ രണ്ടും ഒരുമിച്ചാണ് പഠിക്കുന്നത്. കോൺകേവും കോൺവെക്സും ഒരുമിച്ചാണ്. അത് നമ്മളൊരു മാറ്റം വരുത്തിയതാണ്. കാരണം സെപ്പറേറ്റ് പഠിക്കുന്നതിൽ നല്ല, രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ മോർണിംഗ് ബാച്ചിൽ ഇതിന് മുന്നുള്ള ബാച്ചിലൊക്കെ എടുത്തപ്പോൾ അവർ പറഞ്ഞു സാർ ഇതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ ഒരു സൈഡിൽ കോൺവെക്സ് ആണ് ഞാൻ വരയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരുന്നോട്ടോ, ക്വസ്റ്റ്യൻസ് വരും കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളൂ. ഓക്കെ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ ചെല്ലുന്നു. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ ചെല്ലുന്നു. ഇതാണ് ഫസ്റ്റ് റൂൾ. നമ്മൾ റൂൾ നമ്പർ 1 അതാ പഠിച്ചത് അല്ലെ? റൂൾ നമ്പർ 1. ഓക്കെ, ഇബ്രാഹിം ബാദുഷ, ഈ ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ നടക്കുമോ ഇല്ലയോ? ലെൻസിലേക്ക് ചെല്ലുന്ന ഈ ലൈറ്റ് റേക്ക് റിഫ്രാക്ഷൻ നടക്കുമോ ഇല്ലയോ? ഇബ്രാഹിം ബാദുഷ, നടക്കും അല്ലേ? അതാണ് ലെൻസ്. റിഫ്രാക്ഷൻ നടക്കുന്ന സാധനമാണ് ലെൻസ്. ഓക്കെ, നടക്കും. അപ്പൊ ബാദുഷ, ഇത് ഏത് പോയിന്റിൽ കൂടെ ആയിരിക്കും കടന്നു പോവുക ഈ പാരലായിട്ട് ചെല്ലുന്ന ലൈറ്റ് റേ? താഴ്ത്തിട്ടാണ്, പക്ഷെ ഏതോ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകും. അത് ഏത് പോയിന്റ് ആണെന്ന് ചോദിച്ചു. കണ്ടാ, ഇബ്രാഹിം ബാദുഷ ക്ലാസ്. ഓക്കെ, ഏതാണ് ഇബ്രാഹിം ബാദുഷ പേര് ഇപ്പൊ വീണാന്? ഓക്കെ, അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും അല്ലെ? അപ്പൊ ഈ ലൈറ്റ് റേ എങ്ങനെ കടന്നു പോകും? ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ റേ വിൽ പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പക്ഷെ വെറുതെ ഫോക്കസ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആണ് അല്ലെ? ഏത് ഫോക്കസാ? ലെഫ്റ്റ് സൈഡിലാണ്. കാരണം ലെൻസ് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് ലൈറ്റ് വന്നിട്ട് ഇവിടെ ഫോക്കസ് ഫോം ചെയ്യാം, ഇവിടെ നിന്ന് ലൈറ്റ് വന്നിട്ട് അപ്പുറം ഫോക്കസ് ഫോം ചെയ്യാം. അതുകൊണ്ട് നമ്മൾ F1 ആണോ F2 ആണോ എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയണം. F1 ആണോ F2 ആണോ? അമീൻ ഷാജി, F1 ആണോ F2 ആണോ? സാർ F2ലാണ്. ഓക്കെ, ആണെന്നാണോ പറഞ്ഞത്? ആണ്. ഓക്കെ, F2ലാണ് ഫോം ചെയ്യുക അല്ലെ? F1 ലെഫ്റ്റ് സൈഡിലാണ്. F1 F1 ഫോം ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ലൈറ്റ് വേണം. പക്ഷെ നമ്മൾ ലൈറ്റ് എപ്പോഴും ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി ലൈറ്റ് ഇതേ ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുന്നു. ഇവിടുന്ന് റിഫ്രാക്ഷൻ നടന്ന് ഇത് ഫോക്കസിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂൾ. സിമ്പിൾ അല്ലേ? എഴുതിക്കോ, വരച്ചെടുത്തോ. റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, അത് പഠിച്ച പോലെ തന്നെ. ദ റേ പാരലൽ ടു ദ, വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. ഞാൻ ബുക്ക് നോക്കും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. എല്ലാവരുടെയും ബുക്ക് കാണിക്കാൻ പറയും. റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ will passes through principal focus
ഫോക്കസ് പാസസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, ഷഹനെ ഈ പ്രിൻസിപ്പൽ ഫോക്കസ് F1 ആണോ F2 ആണോ? F1 ആണോ F2 ആണോ? F2. ഓക്കെ, ഇതിവിടെ എഴുതിക്കോട്ടെ. ഇത് ഏതിനാന്നും കൂടെ എഴുതി വെച്ചേക്ക്. ഇത് കോൺവെക്സ് ലെൻസിനാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടാ. അച്ചു, സാർ നമുക്കിത് എല്ലാവരും കഴിഞ്ഞില്ലേ? ഓക്കെ, നമുക്കിത് കോൺകേവിലാണെങ്കിൽ എങ്ങനെ പറയാം? കോൺകേവില് പറഞ്ഞു അച്ചു. റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. വെയിറ്റ് ചെയ്യേ, ഞാൻ പറയാം. റേ, ഞാൻ ആ റേ ഒന്ന് വരച്ചോട്ടെ. Ray parallel to the principal axis after refraction will appear to diverge from a point. Okay, very good, thank you. Appear to diverge from a point. ആ പോയിന്റിന് പേരുണ്ട്. ആ പോയിന്റിന് പേരൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ പോയിന്റ് എന്ന് പറയണ്ട, പേര് പറഞ്ഞാൽ മതി. പറഞ്ഞോ? അങ്ങനെ പറയണം കേട്ടോ. അത് ഞാൻ ഫോക്കസിന്റെ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പറയാം അങ്ങനെ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നത്, ആ പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഇനിയിപ്പോ പറയുമ്പോൾ നമുക്ക് പറയാം ഫോക്കസിൽ നിന്നാണ് വരുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ ഏത് ഫോക്കസ് F1 ആണോ F2 ആണോ? F2 എന്ന് വരുന്ന പോലെ കടന്നു പോകും. ശരിക്കും ആലോചിച്ചോ കേട്ടോ. F1 നിന്നായിരിക്കും ഡൈവേർജ് ചെയ്യുക, F2 നിന്നായിരിക്കും ഡൈവേർജ് ചെയ്യുക. ഓക്കെ, ഇർഫാനെ മിടുക്കൻ, കൈ വെക്കോ, പറഞ്ഞോ. F1. ഓക്കെ, F1 നിന്ന് ഡൈവേർജ് ചെയ്യുന്നുള്ളത് കൈ വെക്കേ. F1, ഇർഫാനോട് യോജിക്കുന്ന എത്ര പേരുണ്ട്? F1. ഓക്കെ, ഇനി കൈ താത്തിക്കോ. F2 കൈ വെക്കിക്കേ. F2 മൈൻഡ് ഷാപ്പ് ഈ രണ്ടിനും കൈവക്കിയിട്ടില്ല. ഞാൻ മൈൻഡ് ഷാപ്പ് ഈയുടെ പേര് ഇവിടെ എഴുതുകയാണ് കേട്ടോ. കണ്ടില്ല, മൈൻഡ് എങ്ങനെയായിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെയാ കാണിക്കുന്നത്. ഞാൻ എങ്ങനെയാ കാണുക? ഞാൻ അതിന്റെ അകത്തൂടി വന്നിട്ട് ഇങ്ങനെ നോക്കുവോ? നിങ്ങൾ കൈവെക്കുന്ന ക്യാമറയിൽ കാണാനല്ല നമ്മൾ കൈവെക്കുക. അപ്പൊ ഇങ്ങനെ കൈവെക്കുക കേട്ടോ. സാറേ എനിക്കറിയാം, കൈവെക്കുക. ഇങ്ങനെയാണ് കൈവെക്കേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെയൊക്കെ കൈവെക്കുക ഞാൻ എങ്ങനെ അറിയാനാ കേട്ടോ? എന്തെങ്കിലും എടുക്കുന്നതാണോന്നും അറിയില്ല. ഇങ്ങനെ കൈവെക്കുക. നിങ്ങളുടെ മോൻ മറയ്ക്കുന്ന രീതി, നിങ്ങളുടെ മോൻ എന്തായാലും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ മോൻ മറയ്ക്കുന്ന രീതിക്ക് കൈവെക്കിയാൽ മതി. ഓക്കെ, അതിനി ഏതാണ് സെക്കൻഡ്? ഇവര് എത്ര പേര് യോജിക്കുന്നില്ല? ഇർഫാൻ ഷംസുദ്ദീൻ പറഞ്ഞതിനോട് എത്ര പേര് യോജിക്കുന്നില്ല? അതായത് F2 ആണ്. ഓക്കെ, ആരും യോജിക്കുന്നില്ല, നല്ല കാര്യം. ഉണ്ടല്ലോ അല്ലെ, ആരെ യോജിക്കുന്നില്ലാത്ത? അൽഫിയ സിദ്ദീഖ് യോജിക്കുന്നില്ല. പിന്നെ ഓക്കെ, അൽഫിയ. പിന്നെ അമീൻ യോജിക്കുന്നില്ലല്ലോ. അമീൻ എന്നല്ല, അസിയാഫിദ അമീനെ ഞാൻ ഇന്ന് അസിയ എന്ന് വിളിക്കൂ കേട്ടോ. അസിയ യോജിക്കുന്നുണ്ടോ? അസിയ യോജിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് അൽഫിയ മാത്രമേ യോജിക്കുന്നില്ല. അൽഫിയ, ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? F2 നിന്നാണ് ഡൈവേർജ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. എന്താന്ന് ഞാൻ പറയാം. ഇത് F1 അല്ലേ, ഇത് F2 ആണ്. F2 നിന്ന് വരുന്ന പോലെ ഡൈവേർജ് ചെയ്താൽ ഈ സാധനം പിന്നെ റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത് അല്ലെ? റിഫ്ലക്ട് ചെയ്യുന്നത് ലെൻസ് ആണോ? ഓക്കെ, മനസ്സിലായോ? കുഴപ്പമില്ല, അത് അങ്ങനെ തെറ്റണം. ഒരാൾക്ക് തെറ്റിയാലല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ ഏതാണ്? ഇത് ലെൻസ് അല്ല, ഇത് മിറർ ആയി പോവും അല്ലെ? ഓക്കെ, അപ്പൊ ഇത് വരുന്നത്, ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ആണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് റിഫ്ലക്ട് ചെയ്യുകയല്ലേ ചെയ്യുക. അപ്പൊ എവിടെന്നാ വരിക? F1 നിന്നും വരുന്നത് പോലെ, വരുന്നത് പോലെ. ഓക്കെ, ഇതാ ഇങ്ങനെ വരും. ആരും ഇപ്പൊ എഴുതണ്ട, ഇപ്പൊ ശ്രദ്ധിക്കട്ടോ.
ഓക്കെ ഓക്കെ, ഇതാ ഇങ്ങനെ കടന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അമീൻ ഷാജി, നോട്ട് ലൈവ് ക്വസ്റ്റ്യൻസ് ആണ്. പറഞ്ഞു അമീൻ ഷാജി, ലെൻസിൽ നടക്കുന്ന റിഫ്രാക്ഷൻ ആണോ റിഫ്ലക്ഷൻ ആണോ? റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ. ഓക്കെ, എഴുതിക്കോ കേട്ടോ. ഡോട്ട് ഇട്ട് കാണിക്കാം, കാരണം ഇവിടുന്ന് ലൈറ്റ് ഒന്നും വരുന്നില്ലല്ലോ. നമുക്ക് തോന്നുന്നതാണ് ദാ ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, കാരണം ഈ ലൈറ്റ് നമ്മൾ നേരെ പോയിന്റ് ചെയ്യുന്ന, നേരെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഫോക്കസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എഴുതുമ്പോ എഴുതുക ലൈറ്റ് റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ray of light parallel to the principal axis. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ചെല്ലുന്ന ലൈറ്റ് റേ. പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ, റിഫ്രാക്ഷന് ശേഷം. ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ അപ്പിയർ ടു പാസ് ത്രൂ എന്ന് പറയാം, അല്ലെങ്കിൽ അപ്പിയർ ടു ഡൈവേർജ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പിയർ ടു ഡൈവേർജ് ഫ്രം ഫോക്കസ്. ഡൈവേർജും കൺവേർജും നല്ല വാക്കായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അപ്പിയർ ടു പാസ് ത്രൂ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് പോകില്ല, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പിയർ ടു എന്ന് ചേർത്താൽ മതി മുന്നേ. ഓക്കെ, അപ്പിയർ ടു ഡൈവേർജ് ഫ്രം ഫോക്കസ്. നമ്മളിപ്പോ അത് നോക്കുന്ന ആളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാന്നുള്ളതല്ല, നമ്മൾ അവിടെ പോയിട്ട് ഡൈവേർജ് കൺവേർജ് എന്നൊക്കെ പറയുമ്പോൾ ഇവന് വേണ്ടൊക്കെ അറിയാന്ന് വിചാരിച്ചോളൂല്ലോ. ഓക്കെ, അപ്പൊ ഈ ഫോക്കസ് ഏതാന്ന് പറയണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേർക്കൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് F1 ആണെന്ന് പ്രത്യേകം പറയണം കേട്ടോ, ഏത് ഫോക്കസ് ആണ്. അല്ലെങ്കിൽ ഫോക്കസ് ഓൺ ലെഫ്റ്റ് സൈഡ്, ഫോക്കസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്ട്, അല്ല ഒബ്ജക്ട് അല്ല, ഫോക്കസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ലെൻസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയാം കേട്ടോ, കുഴപ്പമില്ല. F1 എന്ന് പറഞ്ഞു, പിന്നെ വേറെ സംശയം ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. F1 എന്ന് പറഞ്ഞു, അത് F1-ൽ നിന്ന് വരുന്നത് പോലെ ആയിരിക്കും ആ ലൈറ്റ് കടന്നു പോവുക. ഇതാണ് ഫസ്റ്റ് റൂള്. ഫസ്റ്റ് റൂള് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണ്? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഈ റൂള് ക്ലിയർ ആണ്. ഓക്കെ, ആ മുഹമ്മദ്, ആ ഫുൾ സ്ലീവ് ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആളുടെ പേരെന്താ? ആ ഒരു ഗ്രീൻ കളർ ഫുൾ സ്ലീവ്, അത് തന്നെ ഇപ്പൊ നിർത്തിയ ആള് തന്നെ, അതെ എന്നെയാണോന്ന് ചോദിച്ച ആള് തന്നെ. ഓക്കെ, പറഞ്ഞു. മുഹമ്മദ് അമ്മാനാണ്. ഓക്കെ, ഇനി വേറൊരാളുണ്ടല്ലോ, ഒരു ഓറഞ്ച് ടീഷർട്ട്, ഓറഞ്ച് ആണോ? ആ ഓക്കെ, ഒരു വൈറ്റ് ഹെഡ്ഫോൺ വെച്ചിട്ടിരിക്കുന്നത്, അത് തന്നെ പറഞ്ഞോ. പേരെന്താ? ഇപ്പൊ കൈയൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞോ. മുഹമ്മദ്. ആ അത് തന്നെ, ഞാൻ തന്നെ പറഞ്ഞോ. സാർ മുഹമ്മദ് ഫാസിൽ. മുഹമ്മദ് ഫാസിൽ, നിങ്ങളുടെ മുഹമ്മദ് എനിക്ക് കാണുന്നുള്ളൂ, അതുകൊണ്ടാണ്. മുഹമ്മദ് ഫാസില്, മറ്റത് മുഹമ്മദ് റൈഹാൻ അല്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഓക്കെ, കുഴപ്പമില്ല. കഴിഞ്ഞല്ലോ അല്ലേ? ഇനി ആരെങ്കിലും എഴുതുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ലൈവ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആരോടെ ചോദിക്കുക? എൽദോസേ, ഒരു കോൺകേവ് എക്കോ കേൾക്കുന്നത് ഓഫ് ചെയ്തേ. ആ ഓക്കെ, ഒരു കോൺകേവ് ലെൻസിലെ ഫോക്കസിലൂടെ ലൈറ്റ് കടന്നു പോകുന്നെങ്കിൽ ആ ലൈറ്റ് എങ്ങനെയായിരിക്കണം ചെല്ലേണ്ടത്? ഫോക്കസിലൂടെ ഒരു ലൈറ്റ് കടന്നു പോകണമെങ്കിൽ ആ ലൈറ്റ് ലെൻസിലേക്ക് എങ്ങനെ ചെന്ന് ഫോളോ ചെയ്യണം? ഒരു ലൈറ്റ് റേ റിഫ്രാക്ഷന് ശേഷം ഫോക്കസിൽ കൂടി കടന്നു പോകണമെങ്കിൽ ആ ലൈറ്റ് റേ വരുന്നത് എങ്ങനെയായിരിക്കണം? ആ ലൈറ്റ് റേ പാരലൽ ആയിരിക്കും. കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റൂൾ നമ്പർ 2. ഓക്കെ, റൂൾ 2. ഓക്കെ, റൂൾ 2 എന്തായിരിക്കും? ഷുഹൈബെ എന്തായിരിക്കും റൂൾ 2? ഫോക്കസിൽ കൂടെ കടന്നു പോണത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിരിക്കും. മിടുക്കൻ. ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റ് റേ അല്ലെ? ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റ് റേ. അപ്പൊ ഞാൻ ഇവിടെ ഫോക്കസ് വരയ്ക്കുകയാണ്. F1 F2. ഓക്കെ, ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈറ്റ് റേ വരച്ചു. അതിപ്പോ ഷുഹൈബ് പറഞ്ഞതുപോലെ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് കടന്നു പോകും ആഫ്റ്റർ റിഫ്രാക്ഷൻ. ഓക്കെ,
ഓക്കെ, വരച്ചോളൂ. ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റ് റേ ആണെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് വിൽ ബിക്കം പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. മിറർ പഠിച്ച ഇത് വളരെ സിമ്പിൾ ആണ്. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതി വെക്കാം. റേ ഓഫ് ലൈറ്റ് ഏത് ഫോക്കസ് ആണെന്ന് പറയാം കേട്ടോ. പാസിംഗ് ത്രൂ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് ബ്രാക്കറ്റില് F1. After refraction will become parallel to principal axis. Parallel to okay. പറഞ്ഞോ. സാർ, ഈ ലെൻസിലെ 2 മീഡിയം ഇല്ലേ? 2 മീഡിയം ഇല്ലേ? എന്താ ഉദ്ദേശിച്ചേ? അല്ല, 2 സൈഡില്ലേ? 2 സർഫസ് ഉണ്ട്. ഓക്കെ. സാർ, അപ്പൊ ആ റേ വന്നിട്ട് സെക്കൻഡ് സർഫസിൽ ടച്ച് ചെയ്തിട്ടാണോ റിഫ്രാക്ഷൻ നടക്കണേ? അതായത് നമ്മളത് എന്താണെന്നറിയോ, നമ്മളത് ഓൾറെഡി നമ്മൾ അതിന്റെ കേസ് കാണിച്ചതാണ്. അതായത് ആ ഒരു സർഫസിലേക്ക് കയറുന്നു, അകത്ത് ചെല്ലുന്നു, അടുത്ത സർഫസിൽ 2 തവണ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്താൽ മതി. ടെക്സ്റ്റിലൊക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങളപ്പോ ഒത്തിരി കഷ്ടപ്പെടണ്ടല്ലോ, നേരെ കാണിച്ചാൽ മതി. ഓക്കെ, ശരിക്കും ആ 2 സർഫസിലും ഒന്ന് കഴിഞ്ഞിട്ടാണ് അത് റിഫ്രാക്ട് ചെയ്യുന്നത്. 2 റിഫ്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്, 2 സർഫസിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. ഓക്കെ, പക്ഷെ ഇത് എളുപ്പമാണ്. ഇതിപ്പോ ഇങ്ങനെ വരച്ചാൽ മതി. നിങ്ങൾ മറ്റേത് എന്താ കഷ്ടപ്പെട്ട് നോർമൽ വരച്ച് തിരിച്ചു വരയ്ക്കണ്ട, അങ്ങനെയൊന്നും വരയ്ക്കേണ്ട. അത് ഇതുപോലെ കാണിച്ചാൽ മതി. ടെക്സ്റ്റിലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അടുത്തത് ഇതേ സംഭവം കോൺകേവ് ലെൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. കോൺകേവ് ലെൻസിൽ ഓക്കെ, ആരാ പറയാ? അഹമ്മദ് ഹലീം. അഹമ്മദ് ഹലീം പറഞ്ഞോളൂ. ഇതെങ്ങനെയാ കോൺകേവ് ലെൻസിലേക്ക് വരുമ്പോ എങ്ങനെയായിരിക്കും? കോൺകേവ് ലെൻസിൽ ഡൈവേർജ് ചെയ്ത് പോയിട്ട്, അതായത് ഇത് ലൈറ്റ് റേ ഇതിലേക്ക് പോകും? ഫോക്കസിലൂടെ പോകുമോ അതോ ഫോക്കസിലേക്ക് പോകുമോ? ഫോക്കസിലേക്ക് പോകുന്ന ഫോക്കസിലേക്ക് പോകുന്നു. ഫോക്കസിലേക്കാണ് അവന്റെ യാത്ര അല്ലെ. ഏത് ഫോക്കസ്? F1 ആണോ F2 ആണോ? ഇത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. F1 ആണോ F2 ആണോ? F1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോക്കസിലൂടെ എന്നല്ല നമ്മൾ പറയാം, ഫോക്കസിലേക്ക് എന്ന് പറയോ? ലൈറ്റ് റേ F2 അത് മാറിപ്പോരുതേ കേട്ടോ. ഈ ലൈറ്റ് റേ ഈ കോൺകേവിൽ ഈ റൂൾ എടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റും തേർഡും എടുത്ത് ചെയ്താൽ മതി. അതായിരിക്കും എളുപ്പം കുറച്ചുകൂടി. കാരണം ഇത് പിള്ളേർക്ക് ഇപ്പൊ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ F1 കൂടെ വരച്ചു വെക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. റേ ഓഫ് ലൈറ്റ് പാസിംഗ് ടുവേർഡ്സ് പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് ചെല്ലുന്ന ലൈറ്റ് റേ. ഓക്കെ, ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്താ സംഭവിക്കുക ഹലീമേ? ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് സംഭവിക്കും? പാരലൽ ആയിട്ട് will become parallel to the principal axis. Okay. Main Shah. Sir. Ray of light passing towards F1 ആണോ passing towards F2 ആണോ? Sir. Ray of light passing towards F1 ആണെന്ന് ഞാൻ പറഞ്ഞ F2 എന്നാണെന്നാണോ പറഞ്ഞത്? എങ്ങോട്ടാ പാസ് ചെയ്യുന്നത്? F2. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? F2ലേക്കാന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ഡോട്ടഡ് ഇട്ടിട്ട് ഒന്ന് മീറ്റ് ചെയ്തേക്കാം കേട്ടോ. ഡോട്ടഡ് ഇട്ട് മീറ്റ് ചെയ്താൽ മതി, ഇത് ഇങ്ങോട്ട് വന്നതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചിട്ട് ഇത് മീറ്റ് ചെയ്യിപ്പിച്ചേക്കും. ഓക്കെ, അപ്പൊ എഴുതുമ്പോ
റേ ഓഫ് ലൈറ്റ് പാസിംഗ് ടുവേർഡ്സ് ഫോക്കസ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ F2 എന്ന് എഴുതുക. റേ ഓഫ് ലൈറ്റ് പാസിംഗ് ടുവേർഡ്സ് ഫോക്കസ് ബ്രാക്കറ്റിൽ F2 എന്ന് എഴുതാം. Ray of light passing towards focus after refraction will become parallel to principal axis. After refraction will become parallel to principal axis. ഓക്കെ, പാസിംഗ് ടുവേർഡ്സ് ഫോക്കസിലേക്കാണ് അവന്റെ യാത്ര, പക്ഷെ അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ച് പാരലൽ ആയിട്ട് പോകും. ഓക്കെ, ഹയ, നമ്മള് ഈ ഒബ്ജക്റ്റീവ് ഒരു ഒബ്ജക്റ്റീവിന് ഈ 4 ലൈറ്റർ മാത്രമാണോ വരുന്നുള്ളൂ? അല്ലല്ലോ, ഇഷ്ടംപോലെ ലൈറ്റർ വരുന്നുണ്ട് അല്ലെ? അതെല്ലാം ഈ പറഞ്ഞ പോലെ പാരലൽ ആവണമെന്നോ അല്ലെങ്കിൽ ഫോക്കസിൽ കൂടെ പോകണമെന്നോ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ 4 ലൈറ്റർ മാത്രം നമ്മൾ എടുക്കുന്നത്? അറിയാവോ? ഈ 4 ലൈറ്റർ മാത്രം നമ്മൾ എടുക്കുന്നത് എന്തിനാ? ഇഷ്ടംപോലെ ലൈറ്റർ പോകുന്നുണ്ടല്ലോ. ഈ 4 ലൈറ്ററൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ 4 അല്ല, ഈ 4 ലൈറ്ററെ എവിടെ ചെല്ലുമെന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് റിഫ്രാക്ഷന് ശേഷം ഈ 4 ലൈറ്റർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ മറ്റേതിൽ അങ്ങനെയല്ല. മറ്റേതിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് നോർമൽ വരച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മെഷർ ചെയ്ത് അതേ ആംഗിൾ എടുത്തിട്ട് റിഫ്രാക്ഷൻ നടത്തിയിട്ടൊക്കെ വേണ്ടേ? ഇത് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ 4 ലൈറ്റർ എടുക്കുന്നത് കേട്ടോ. എനിക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സംശയമാണ്, എന്താണ് ഈ 4 ലൈറ്റർ? ഇഷ്ടംപോലെ ലൈറ്റ് പോകുന്നില്ലേ? പക്ഷെ ഈ 4 എടുക്കാനുള്ള കാരണം ഈ 4ന്റെ എവിടെയാണ് കിട്ടുന്നത് നമുക്കറിയാം. ഇത് എവിടെ ചെല്ലും? കറക്റ്റ് ആണ്, നമുക്കറിയാം. പാരലൽ ആണെങ്കിൽ ഫോക്കസിൽ കൂടിയാണെങ്കിൽ പാരലൽ. ഇനി അടുത്ത ഓർമ്മ കൂടി ഉണ്ട്. ഇതിൽ 4 അല്ല, ഇതിൽ 3 റൂൾ ആട്ടോ. 3 ഓക്കെ, മിററിൽ 4, ഇതിൽ 3. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, കഴിയാത്ത ആരെന്ന് കൈവയ്ക്കേ? ആരുമില്ല. ആൽബിൻ, എബിൻ പറഞ്ഞോ. സാർ, ഈ 4 എന്ന് ഉദ്ദേശിച്ചത് ഈ 2 റൂളിലും കൂടെ ഉള്ള 4 അല്ല, ഇത് രണ്ടാമത്തെ ലൈറ്റ് ഫോക്കസിലേക്ക് ചെല്ലുന്ന ലൈറ്റ്. ഫസ്റ്റ് നമ്മൾ പഠിച്ച പാരലായിട്ട് പോകുന്ന ലൈറ്റർ. ഇനി ഒരു ലൈറ്ററേയും കൂടെ ഉണ്ട്, ഒപ്റ്റിക് സെന്ററിലേക്ക് ചെല്ലുന്ന ലൈറ്റർ. അങ്ങനെ 3 ലൈറ്റർ, അതാ ഉദ്ദേശം. ഇത് 2 ലെൻസിൽ 2 കേസ് വരുന്നല്ലേ. ഓക്കെ, റൂൾ 3, ഒപ്റ്റിക് സെന്ററിലേക്ക് ചെല്ലുന്ന ലൈറ്റർ. റൂൾ 3. പറഞ്ഞോളൂ ഇർഫാനെ ചോദിച്ചോളൂ. വേറൊരു ഫോണിൽ കയറിയിട്ട് ഈ ഫോണിൽ കൊടുക്കണം ഇപ്പൊ. കേൾക്കും. റേ പാസിംഗ് ടുവേർഡ്സ് ഒപ്റ്റിക് അല്ലെങ്കിൽ പാസിംഗ് ത്രൂ ഒപ്റ്റിക് സെന്റർ. റേ പാസിംഗ് ത്രൂ ഒപ്റ്റിക് സെന്റർ. ഓക്കെ, ആരോടെ ചോദിക്കുക? മുഹമ്മദ് ബിലാൽ എന്നല്ലേ, അതോ ബിൻഷാ എന്നാണോ? മുഹമ്മദ് BI ആരാണ്? ഓഡിയോ ഓൺ ചെയ്തോ. ഞാനാണെന്ന് ചാടി ചോദിച്ചോളൂ. മുഹമ്മദ് BI സമ്മതിക്കില്ല. മുഹമ്മദ് ബിൻഷാദ്. എന്ത് സംഭവിക്കും ബിൻഷാദ് ഈ വരുന്ന ലൈറ്ററൊക്കെ ഓപ്റ്റിക് സെന്ററിലൂടെ ആണെങ്കിൽ? ഈ വഴി റിട്ടേൺ പോകില്ലേ? കാരണം ഇത് മിറർ അല്ലല്ലോ, ഇത് ലെൻസ് അല്ലേ. ഏകദേശം അടുത്തെത്തി. ഇനി അങ്ങ് പറഞ്ഞാൽ മതി. റിട്ടേൺ പോകില്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ചെല്ലുന്ന ആള് റിട്ടേൺ പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും പോവാ? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന ലൈറ്ററേക്ക് റിഫ്രാക്ഷൻ ഇല്ല. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന ലൈറ്ററേക്കും റിഫ്രാക്ഷൻ ഇല്ല. അതെവിടെയെങ്കിലും എഴുതി വെച്ചോട്ടോ. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന ലൈറ്ററേക്ക് റിഫ്രാക്ഷൻ ഇല്ല എന്നുള്ള കാര്യം. അതുപോലെ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയാണ്, അത് മറ്റേ മിററിൽ റിഫ്രാക്ഷൻ ഇല്ല. റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബിൻഷാദിന് ഞാനെല്ലാം പറഞ്ഞോളൂ. ബിൻഷാ പറഞ്ഞോ. റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ എങ്ങോട്ട് പോകും? എങ്ങോട്ട് ബെൻഡ് ചെയ്യും റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ?
റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ എങ്ങോട്ട് ബെൻഡ് ചെയ്യും? അറിയാവുന്നവരൊന്ന് കൈവക്കി, പവർ കാണിച്ചു കൊടുത്തേ, കൈവക്കിക്ക്. ആ കണ്ട പിൻഷാദ് എത്ര പേരാ നോക്കിയേ? റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ എങ്ങോട്ട് ബെൻഡ് ചെയ്യുന്ന ആൻസർ പറയാനായിട്ട് എത്ര പേരാ നോക്കി? ഞാൻ ഒരാളോട് ചോദിക്കാം. ഷാരൂഖിനൊന്നും കൈ പൊങ്ങിയിട്ടില്ല, ഐഷയ്ക്ക് അറിയില്ല. റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ മായിൻഷാക്ക് അറിയില്ല. മായിൻഷ പറയട്ടെ. മായിൻഷ, റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ എങ്ങടാ ബെൻഡ് ചെയ്യാ? ആ ചോദ്യം തന്നെ തെറ്റാ. കാരണം ബെൻഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്നല്ലേ. അപ്പൊ റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ എങ്ങനെ ബെൻഡ്? റിഫ്രാക്ഷൻ ഇല്ലെങ്കിൽ ബെൻഡ് ചെയ്യില്ലെന്നേ, അത് നേരെ തന്നെ പോകും. ഓക്കെ, അതേ പാത്തിലൂടെ തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്നൊന്നും എഴുതിയേക്കരുത്, അതിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞേട്ടോ. റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഒപ്റ്റിക് സെന്റർ ആഫ്റ്റർ റിഫ്രാക്ഷൻ എഴുതി വെക്കരുത്, കാരണം അവിടെ റിഫ്രാക്ഷൻ ഇല്ലല്ലോ. അപ്പൊ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഒപ്റ്റിക് സെന്റർ ഗോസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ, യാതൊരു ഡീവിയേഷനും ഇല്ലാണ്ട് കടന്നു. കണ്ടോ? അപ്പൊ ഈ ഫസ്റ്റും തേർഡും എടുത്താൽ മതി നിങ്ങൾക്ക് റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അഭിനയ പറഞ്ഞോ. സാർ ആ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കില്ലേ? ഏതാ? പിന്നെ സെയിം ആയിരിക്കും. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സെയിം ആണെന്ന് റിഫ്രാക്ഷന്റെ റൂളാണ്. ഓക്കെ, പാസിംഗ് ത്രൂ. ഇത് എഴുതാൻ വരട്ടെ കേട്ടോ, എഴുതാൻ ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ കൂടെ നോക്കാം. ഇതിന് കോമൺ ആയിട്ട് എഴുതിയാൽ മതി. ഏതാ? കോൺകേവിന്റെയും കൂടെ നോക്കാം. ആരാ പറയാ? ശ്രേയ. കോൺകേവിൽ എങ്ങനെയായിരിക്കും ശ്രേയ? ഒപ്റ്റിക് സെന്റർ ടു വന്ന ലൈറ്റ് റേ ആണോ? അതെ. ഡീവിയേഷൻ ഇല്ലാതെ പോവും. അതെ, സെയിം ആണ്. ഡീവിയേഷൻ ഇല്ലാണ്ട് പോവും അല്ലേ? ഓക്കെ അല്ലെ ശ്രേയ? ആഫ്റ്റർ റിഫ്രാക്ഷൻ there is no deviation അല്ലെ ശ്രേയ? ഇല്ല, ആഫ്റ്റർ റിഫ്രാക്ഷൻ അല്ല, റിഫ്രാക്ഷൻ സംഭവിക്കും. അതൊക്കെ ക്വസ്റ്റ്യൻ കേട്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. റിഫ്രാക്ഷൻ സംഭവിക്കില്ല, അതുകൊണ്ട് ആഫ്റ്റർ റിഫ്രാക്ഷൻ നമ്മൾ ചേർക്കണ്ട. ഓക്കെ, എഴുതിക്കോട്ടെ. എഴുതിക്കോ. ഇത് രണ്ടിനും കോമൺ ആണ്, അതുകൊണ്ട് കോമൺ ആയിട്ട് എഴുതിയാൽ മതി. കഴിഞ്ഞോ? കഴിയാത്ത ആരെന്നെ ഒന്ന് കൈപൊക്കിക്കേ. ലെഫ്റ്റ് ഹാൻഡ് കഴിയാത്ത ആരെങ്കിലും ഉണ്ട്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക 3 റൂള്. ഇനി നമുക്ക് ആ 3 റൂള് വെച്ചിട്ടാണ് നമ്മൾ 8 റേ ഡയഗ്രം വരയ്ക്കാൻ പോകുന്നത്. പറഞ്ഞോ. ആരത്ത്? ഓക്കെ, കാണുന്നില്ലേ? ഇത് താത്താൻ പറ്റില്ല, ഇത് കറക്റ്റ് ഫിറ്റ് ആണല്ലോ ബോർഡ്.
ഇത് ക്ലിയർ ആണല്ലോ. അതല്ല റൂൾ 2. റൂൾ 2ഓ? എവിടെ പോയി ചാവിടിക്കാൻ പോയാ? റൂൾ 2 പെട്ടെന്നാവട്ടെ. എഴുതി കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞോ കേട്ടോ. റൂൾ 2 എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ അപ്പൊ പറഞ്ഞേ കഴിഞ്ഞിട്ട്. ഓക്കെ, കഴിഞ്ഞോ മൈൻഷ? അടുത്തും കഴിഞ്ഞോ? റൂൾ 3 കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ റേ ഡയഗ്രാം ഫോർ കോൺവെക്സ് ലെൻസ്. ഇതിൽ നമുക്ക് തിരിച്ചു പറയാം കേട്ടോ. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കേസുകളല്ലേ. റേ ഡയഗ്രാം ഫോർ കോൺവെക്സ് ലെൻസ്. റേ ഡയഗ്രാം ഫോർ കോൺവെക്സ് ലെൻസിന്റെ റേ ഡയഗ്രാം. ഓക്കെ, ഫസ്റ്റ് കേസ് ഫസ്ന ഫാത്തിമ, ഏറ്റവും ആദ്യത്തെ കേസ് എന്താ? At infinity. അറ്റ് Infinity. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റി അല്ലേ? 2 സെക്കൻഡ്. നമ്മൾ ആക്ടിവിറ്റി ചെയ്തപ്പോഴും ചെയ്ത അതാണ് അല്ലെ, അറ്റ് ഇൻഫിനിറ്റി. മുഹമ്മദ് റൈഹാൻ VS എവിടെ പോയി? മുഹമ്മദ് റൈഹാൻ എവിടെ പോയി? ക്ലാസ്സിന്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി? ഇല്ല, ഇപ്പൊ വന്നിരുന്നുള്ളൂ. എവിടെന്നോ എഴുന്നേറ്റ് പോയായിരുന്നു. ഞാൻ റൈഹാന്റെ പേര് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വല്ല അർജൻസി ആണ് എഴുന്നേറ്റ് പോകണേ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. മറ്റേ ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്ന കേസ് 1 ഒബ്ജക്റ്റ് അറ്റ് കേസ് 1 ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റ്, അതായത് ദൂരെ ഉള്ള ഒരു ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും 2 റൂൾ എടുത്താൽ നിങ്ങൾക്ക് ഇമേജ് ഫോർമേഷൻ കാണിക്കാം. ഇതിൽ എത്ര റൂൾ എടുക്കാൻ പറ്റും എനിക്ക്? റുഫൈദ, ഇതിൽ എത്ര റൂൾ എനിക്ക് എടുക്കാൻ പറ്റും? ഏതൊക്കെ റൂൾ എടുക്കാൻ പറ്റും? ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിന്റെ ഇമേജ് കാണിക്കാൻ എനിക്ക് ഏതൊക്കെ റൂൾ എടുക്കാൻ പറ്റും? റുഫൈദ പറഞ്ഞു. ഏതാ ഫസ്റ്റ് റൂള്? രണ്ടാമത്തെ റൂൾ എടുക്കാൻ പറ്റുമോ? രണ്ടാമത്തെ റൂൾ എടുക്കാൻ പറ്റും. റേ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് എടുക്കാൻ പറ്റും. നമ്മൾ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് നിന്ന് വരുന്ന ലൈറ്റ് റേ പാരലൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ദൂരെയുള്ള ഇൻഫിനിറ്റി ഒബ്ജക്റ്റ് ആണെങ്കിൽ അവിടുന്ന് വരുന്ന ലൈറ്റ് റേ പാരലൽ ആണ്. അപ്പൊ പിന്നെ രണ്ടാമത്തെ എടുത്ത് വരയ്ക്കാൻ പറ്റുമോ? നിങ്ങളപ്പോ വരയ്ക്കുമ്പോൾ ഏതെടുത്ത് വരച്ചാൽ മതി? ഫസ്റ്റത്തെ തന്നെ ഏതെങ്കിലും 2 ലൈറ്റ് റേ കാണിച്ചാൽ മതി. ഓക്കെ, ആദ്യം ഒരു ലൈറ്റ് റേ പാരലൽ ആയിട്ട് വരയ്ക്കുക, അത് ഫോക്കസിലേക്ക് കടന്നു പോകും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഫോക്കസ് F1 ആണോ F2 ആണോ സുഹൈലെ? ഈ ഫോക്കസ് F1 ആണോ? ഈ മീറ്റ് ചെയ്യുന്ന ഫോക്കസ് F1 ആണോ F2 ആണോ? F2. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ F2 എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. F2. ഓക്കെ, പിന്നെ വേറൊരു ലൈറ്റ് റേയും കൂടെ കാണിക്കുക. പാരലൽ ആയിട്ട് ചെല്ലുന്നു. ഈ ലൈറ്റ് റേയും ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ കൺവേർജ് അറ്റ്, വിൽ മീറ്റ് അറ്റ്, വിൽ ഇന്റർസെക്ട് അറ്റ്, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അറ്റ് ഫോക്കസ്. ആരോ മാർക്ക് കാണിക്കണം കേട്ടോ, അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ലൈറ്റ് എങ്ങടാണ് പോകുന്നത്, എങ്ങടാണ് വരുന്നതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കും. ഓക്കെ, അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസ്, എന്തൊക്കെ പ്രത്യേകതയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജ്? ആദ്യം ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് പറഞ്ഞേ? ഇമേജ് എവിടെ ഫോം ചെയ്യാ? F2 അല്ലെങ്കിൽ ഫോക്കസിൽ അല്ലെ? ഇമേജ് അറ്റ് ഫോക്കസ്. ഇമേജ് അറ്റ് ഫോക്കസ് ബ്രാക്കറ്റിൽ എന്തെന്ന് എഴുതുക? F2. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പ്രത്യേകത? ഇമേജിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നു? ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആണോ വിർച്വൽ ആണോ? ആദ്യം പറ. റിയൽ ആണോ വിർച്വൽ ആണോ? എന്തുകൊണ്ടാണ് റിയൽ ആണെന്ന് പറയാൻ കാരണം എന്താ? അത് ഫോക്കസ് പ്രിൻസിപ്പൽ ഫോക്കസിൽ മീറ്റ് ചെയ്തില്ല. മീറ്റ് ചെയ്തു, അത് മതി. മീറ്റ് ചെയ്തതുപോലെ തോന്നിയതല്ല, അത് മീറ്റ് ചെയ്തു. ആക്ച്വലി ലൈറ്റ് റേ മീറ്റ് ചെയ്തു, അതുകൊണ്ടാണ് അതിനെ നമ്മൾ റിയൽ എന്ന് പറയുന്നത്. ഇനി മീറ്റ് ചെയ്തില്ല,
പക്ഷെ ഡൈവേർജ് ചെയ്ത് മീറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്ത അങ്ങനെയുള്ള ഇമേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അയാൻ ഇബ്രാഹിം വേണ്ട അയാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഇമേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വിർച്വൽ ഇമേജ് എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത് റിയൽ ആണ്, അതോടൊപ്പം തന്നെ ഇൻവേർട്ടഡ് ആണ്. ഇനി ഇതിന്റെ സൈസ് എങ്ങനെയാണ് അൽഫിയ സിദ്ദീഖ്? സൈസ് എങ്ങനെയായിരുന്നു? ഡിമിനിഷ്, വളരെ കുഞ്ഞതല്ലേ? നമ്മൾ ആ വലിയ ബിൽഡിങ്ങും വലിയ മരങ്ങളും പ്ലാവും അല്ലെ മാവും ഒക്കെ വളരെ കുഞ്ഞതായിട്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ ഹൈലി ഡിമിനിഷ്ഡ്. അപ്പൊ ഫോക്കസിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പാരലൽ ആയതുകൊണ്ട് ഫസ്റ്റ് റൂൾ മാത്രമേ എടുത്ത് വരയ്ക്കുക. ഓക്കെ, ഓക്കെ. സെക്കൻഡ് കേസ് ചെയ്യാം. കേസ് 2. കേസ് 2 നമ്മൾ ദൂരെ ഒബ്ജക്റ്റ് വെച്ചു. നമ്മൾ വെച്ചല്ല, ദൂരെ ഒബ്ജക്റ്റ് ഇരിക്കണ്ടായിരുന്നു അല്ലെ? ഇനി നമ്മൾ എവിടെ ഒബ്ജക്റ്റ് വെക്കുക? മുഹമ്മദ് ഇഷാനെ ദൂരെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ ദൂരെ ഉള്ളതിന്റെ ഫോക്കസിലാണെന്ന് മനസ്സിലായി. ഇനി എവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? ബിയോണ്ട് 2F1 ആണോ 2F2 ആണോ? നമ്മൾ ഒരു നെയിം കൊടുത്തായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 2F1. ഓക്കെ, 2F1. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ അടുത്തത് കേസ് 2. ഇത് കഴിഞ്ഞല്ലേ എല്ലാരും? കഴിഞ്ഞല്ലേ? വൃത്തിയായിട്ട് വരച്ചു വെക്കണം കേട്ടോ. ഓക്കെ. പിന്നെ ഈ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഈ ഡിസ്റ്റൻസുകൾ കറക്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. ഏതാ ഫോക്കൽ ലെങ്ത് എടുക്കൂല ഇതിനകത്ത്? ഞാൻ പറഞ്ഞുതരാം. കേസ് 2 എന്ന് എഴുതുക. എന്താന്ന് പറഞ്ഞ കേസ് 2 ഒബ്ജക്റ്റ് ബിയോണ്ട് C2 എന്ന് എഴുതുമ്പോൾ അതിന്റെ കൂടെ തന്നെ 2F2 എന്നും കൂടെ എഴുതി പഠിച്ചോ. കാരണം എങ്ങനെ എക്സാമിന് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 2F2 എന്ന് എഴുതിക്കോ. C2 നമ്മൾ 2F എന്നും പറയും, സിക്ക് നമ്മൾ 2F എന്നും കൂടെ പറയുമല്ലോ. കാരണം 2 ഫോക്കൽ ലെങ്ത് ആണ് സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ സിക്ക് പകരം നമുക്ക് എന്തെന്ന് പറയാം? 2F എന്ന് പറയാം. ഓക്കെ, ഇതാ കോൺവെക്സ് ലെൻസ് വരച്ചു, അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇനി ഞാൻ പറഞ്ഞു 2F1 അല്ലേ? 2F1. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലേ? അതറിയാൻ വേണ്ടിട്ടാ. ഓക്കെ, 2 ശരിക്കും തെറ്റിയതാട്ടോ. C1 ബ്രാക്കറ്റില് 2F1. ഓക്കെ, ഒബ്ജക്റ്റ് ബിയോണ്ട് C1 അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ബിയോണ്ട് 2F1. ഓക്കെ, എങ്ങനെയായിരിക്കും? ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇനി ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ ഇപ്പൊ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു 3 സെന്റിമീറ്റർ എടുത്തിട്ടാണ് ഫോക്കസ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതേ 3 സെന്റിമീറ്റർ എടുത്തിട്ട് വേണം സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഈ കിട്ടേണ്ടതൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടൂല. കറക്റ്റ് ഫോക്കൽ അല്ലെ, നമ്മൾ അങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ പോലെ തന്നെ ആയിരിക്കണം തിയറി അല്ലെ? കറക്റ്റ് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഇവിടെയും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെയും എന്റെ ഇപ്പൊ ഏകദേശം എനിക്ക് സ്കെയിൽ വെച്ച് നോക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഏകദേശം ഞാൻ സെയിം ആയിട്ട് വരയ്ക്കാം. ഓക്കെ, സി. ഇനി ഇത് ഇത് എങ്ങനെ തിരിച്ചറിയാൻ ആരോടെ ചോദിക്കുക? ഷാരൂഖ്, ഇതെങ്ങനെ തിരിച്ചറിയാ? ഈ 2F C ആണല്ലോ ഷാരൂഖ്. ഏത് C ഏത് F ആണെന്ന് എങ്ങനെ അറിയാ? ഷാരൂഖ് പറഞ്ഞോ. ഇതിപ്പോ ഞാനിപ്പോ പാസിംഗ് ത്രൂ F എന്ന് പറഞ്ഞ ഏത് F ആണെന്ന് ഷാരൂഖ് മനസ്സിലാക്കും? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തോ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാറുണ്ട്. എന്താ അത്? ഏത് F ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്? F1 F2 അല്ലെ? 2 ഷാരൂഖ്. എനിക്കിപ്പോ ഒരു ഷാരൂഖിനെ തിരിച്ചറിയണ ഒരു ഷാരൂഖിന് ഒരു മറുക് വെച്ച് കൊടുക്കുന്ന പോലെ ഈ F1 F2 എന്ന് കൊടുക്കൂ അല്ലെ? അപ്പുറമുള്ള Fഉം ഇപ്പുറമുള്ള Fഉം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് F1 F2 C1. ഇവിടെ C1 F1 F2 C2. ഈ C2യുടെ ബ്രാക്കറ്റില് 2F1 എന്ന് കൊടുക്കുക. C1ന്റെ ബ്രാക്കറ്റിൽ C2യുടെ ബ്രാക്കറ്റിൽ 2F2 എന്ന് കൊടുക്കുക. C1ന്റെ ബ്രാക്കറ്റിൽ 2F1. ഓക്കെ, C1ന്റെ ബ്രാക്കറ്റിൽ 2F1, C2യുടെ ബ്രാക്കറ്റിൽ 2F2. ഓക്കെ, ഇനി ഇത് ഞാൻ വരയ്ക്കില്ല കേട്ടോ. ഇനിയുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. നല്ല അധ്യാപകൻ വഴിയെ കാണിച്ചു കൊടുക്കാവുള്ളൂ, ആൻസർ കാണിച്ചു കൊടുക്കരുതെന്നാണ് കേട്ടോ. അതുകൊണ്ട് വഴി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ പൊക്കോളൂ. ഓക്കെ, പോയി ചിലരൊക്കെ വീണൂന്നിരിക്കാം, കുഴപ്പമില്ല, എഴുന്നേറ്റ് വന്നോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഒബ്ജക്റ്റ് വെക്കാൻ പറഞ്ഞുതരാം. ഒബ്ജക്റ്റ് എവിടെ നമ്മൾ വെക്കുക? സിയുടെ പുറകിൽ, C1ന്റെ പുറകിൽ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ C1ന്റെ പുറകിൽ ഒരല്പം മാറ്റി വെച്ചു. കാരണം സിയിലേക്ക് എന്തോരം അടുക്കുന്നു അത്രയും അപ്പുറത്ത് സിയിലേക്ക് അടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. C ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരല്പം പുറകിൽ നീക്കി വെച്ചാൽ നല്ലതാണ്. ഓക്കെ, വരച്ചോ. നിങ്ങൾക്ക് 3 ലൈറ്റ് റൂൾ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 റൂൾ, ഫസ്റ്റ് റൂളും തേർഡ് റൂളും എടുക്കണമെങ്കിൽ ഫസ്റ്റ് റൂളും തേർഡും എടുത്തോ.
ഇനി സെക്കൻഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് എടുത്തോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഫസ്റ്റും തേർഡും എടുത്താണ് വരയ്ക്കാറ്. നിങ്ങൾക്ക് സെക്കൻഡ് എടുത്താലും കുഴപ്പമില്ല. എല്ലാവരും വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും ഒന്ന് ക്യാമറയെ കാണിക്കണം കേട്ടോ, നിങ്ങൾ വരച്ചിരിക്കുന്നത് ഞാൻ നോക്കിക്കോളാം. ഇബ്രാഹിം ബാദുഷ ഇപ്പൊ കാണിക്കണ്ട, കഴിഞ്ഞ് കാണിച്ചാൽ മതി. കഴിഞ്ഞ് കാണിച്ചാൽ മതി. ഇത് വരച്ചു കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റിൽ നിന്ന് 2 ലൈറ്റ് വരയ്ക്ക്. പ്രത്യേകതയുള്ള ആ 2 ലൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 2 പ്രത്യേകതയുള്ള ലൈറ്റ് എവിടെയാണ് ചെല്ലുന്നതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന 2 ലൈറ്റ്. 3 ലൈറ്റിന്റെ കേസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 ലൈറ്റ് എടുക്കുക. ഇമേജ് ഫോർമേഷൻ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡ് റൈസ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് കാണാം നിങ്ങളപ്പോ എത്ര പേര് കഴിഞ്ഞു. അതാ മിടുക്കൻ എബിൻ കേൽദോസ് കഴിഞ്ഞു. പിന്നെ അമ്ന കഴിഞ്ഞു. ഓക്കെ, അച്ചു കഴിഞ്ഞു. പിന്നെ ഷുഹൈബ് കഴിഞ്ഞു. അബ്ദുൽ അസീസ് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ആരാണ്? മുഹമ്മദ് കഴിഞ്ഞു. ഷഹൻ കഴിഞ്ഞു. ഓക്കെ, ഇഷാൻ, അഹമ്മദ് ഹലീം. വെയിറ്റ് ചെയ്യാൻ, കുഴപ്പമില്ല. അപ്പൊ ധൃതി കൂട്ടി തെറ്റിക്കണ്ട. ഐഷ നസ്രീൻ കഴിഞ്ഞു. ഓക്കെ, മുഹമ്മദ്. ഓക്കെ, ഇർഫാൻ കഴിഞ്ഞു. റുഫൈദ കഴിഞ്ഞു. ഷാരൂഖ് വെയിറ്റിംഗ് ആണ്. സുഹൈല് അൽഫിയ വെയിറ്റിംഗ് ആണ് അല്ലെ. പിന്നെ ഹയ വെയിറ്റിംഗ് ആണ്. പിന്നെ മുഹമ്മദ് റെയ്ഹാൻ. ഓക്കെ, അസിയ കഴിഞ്ഞോ? അസിയ. അമീൻ കഴിഞ്ഞോ? ചിലരൊക്കെ ഇത് 2 ലൈറ്റർ വരയ്ക്കാൻ പറഞ്ഞേനെ ആശാരിമാര് പണിയുന്ന പോലെ, ഉളി എടുത്ത് പണിയുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുവാണ്. സിമ്പിൾ ആയിട്ടുള്ള സാധനമല്ല. 2 ലൈറ്റർ വരയ്ക്ക്. ഇമേജ് എവിടെ മീറ്റ് ചെയ്യുന്നു? ലൈറ്റ് റേ മീറ്റ് ചെയ്ത് അവിടെ ഇമേജ് ആണ്, അല്ലെങ്കിൽ ലൈറ്റർ മീറ്റ് ചെയ്യുന്ന പോലെ തോന്നി അവിടെ ഇമേജ് ആണ്. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് പറയാം. ബാദുഷ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ബാദുഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സർ, കഴിഞ്ഞോ? ബാദുഷ ഹാൻഡ് റൈസ് ചെയ്യാണ്ട് സെയിം റൂൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഏത് 2 റൂളും സെയിം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഡിഫറെന്റ് ആയിരിക്കും. എന്നാലേ നമുക്ക് മീറ്റ് ചെയ്യുന്ന കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, അപ്പൊ ഫസ്റ്റ് കേസിൽ നമ്മൾ എടുത്തത് ഫസ്റ്റ് കേസിൽ പാരൽ ആയതുകൊണ്ട് നമുക്ക് ഒന്നിലധികം വരയ്ക്കാൻ പറ്റും. ദൂരെ ഒബ്ജക്റ്റ് എന്ന് വരുന്ന പാരൽ റേസ് ഇങ്ങനെ എനിക്ക് 2 വരയ്ക്കാൻ പറ്റും. പക്ഷേ ഫോക്കസിൽ കൂടെ പോകുന്ന ഒരെണ്ണല്ലേ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിൽ കയറ്റി വരച്ച സാർമാർ കാണുമോ? ഇല്ലല്ലോ. ഓക്കെ, ഒരെണ്ണല്ലേ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് കേട്ടോ. പാരലിൽ നമുക്ക് ഒരേ സാധനം 2-3 വരയ്ക്കാം. കാരണം പാരലിൽ വേറെ ഒന്നും ഇല്ല അവിടെ. എല്ലാ ലൈറ്ററേയും പാരലാ. പിന്നെ ഏതാ വരയ്ക്കുക? എല്ലാ ലൈറ്ററേഴ്സും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈറ്ററേഴ്സ് പാരലായിട്ട് വന്നിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതേ വരയ്ക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും വരയ്ക്കാൻ. അല്ലെങ്കിൽ ഫോക്കസിലൂടെ ഒന്നും എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം? 2 ലൈറ്റർ നിർബന്ധമായിട്ട് വരച്ചിട്ട് വേണം. 2 ഡിഫറെന്റ് ലൈറ്റർ. ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലെ? എല്ലാവരും കഴിഞ്ഞു. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് ക്യാമറ കാണിച്ച് കറക്റ്റ് ആയിട്ട് കാണണം കേട്ടോ. ഇത് മാർക്കോ വേണ്ടി കാണിക്കരുത്, എനിക്ക് എല്ലാവരും നോക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. കാണിച്ചോളൂ, എല്ലാവരും കാണിച്ചോളൂ. ഷുഹൈബ് പെട്ടെന്ന് കാണിക്കും, സമയം കളയല്ലേ. പിള്ളേരുടെ കൈയൊക്കെ വേദനിക്കും, നിങ്ങൾ കാരണം കൂടുതൽ നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, മുഹമ്മദ് ഒരല്പം മുന്നോട്ട് ചേർത്ത് പിടിക്കും. മുഹമ്മദ് ക്യാമറ കിട്ടാനാണോ? മുഹമ്മദ് ചേർത്ത് പിടിച്ച ഞാൻ എങ്ങനെയാ? ഇവിടെ സൂം ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ല. മുഹമ്മദ് ഫാസിൽ ശരിക്കും സൂം ചെയ്യാം. അമീൻ ഷാജി എഴുതിക്കൊണ്ടിരിക്കുകയല്ല. കഴിഞ്ഞില്ല എന്ന് പറ. അബ്ദുൽ അസീസ് കഴിഞ്ഞില്ല. അബ്ദുൽ അസീസ്, അമീൻ ഷാജിക്കൊക്കെ എന്താ പ്രശ്നം? പറ. ബാക്കിയെല്ലാവരും അധികം. മുഹമ്മദ് റമീസ് കാണിച്ചിട്ടില്ല, അബ്ദുൽ അസീസ് കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും അമീൻ ഷാജി പറഞ്ഞ എന്താ പ്രശ്നം? എന്താ അമീനെ? അപ്പൊ പറയണം, സാറേ കാണിക്കില്ല, ഞാൻ കഴിഞ്ഞില്ല എന്ന് പറയണ്ട. അല്ലാണ്ട് ഇവരൊക്കെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു, അമീൻ എഴുതിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ കാണിക്കരുത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ സാറേ? കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അമീൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു അമീൻ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നു, ബാക്കി എല്ലാവരും. ഓക്കെ, ഇവിടെ നോക്കാം. കഴിഞ്ഞല്ലോ. എത്ര പേർക്ക് സിയുടെയും എഫിന്റെ ഇടയ്ക്ക് കിട്ടി? C2യുടെയും F2യുടെയും ഇടയ്ക്ക് കിട്ടി? ഒന്ന് കൈവക്കിക്കേ. C2യുടെയും F2യുടെയും ഇടയ്ക്ക് ഇമേജ് എത്ര പേർക്ക് കിട്ടി? ഓക്കെ, കൈതാത്തിക്കോ. ഇത് തെറ്റിയവരെന്ന് കൈവക്കിക്കേ. തെറ്റിയവര് പറഞ്ഞോളൂ. മുഹമ്മദ് പറഞ്ഞോ. ഓക്കെ, ആ കൈ പൊക്കിയതിന് ഒരു കൺഗ്രാറ്റ്സ്. പറഞ്ഞോ മുഹമ്മദ് അമാനെ, എവിടെയാ മിസ്റ്റേക്ക് പറ്റിയേ? അല്ല, മുഹമ്മദ് ഫാസിലാണ്. പറഞ്ഞോ, എവിടെയാ മിസ്റ്റേക്ക് പറ്റിയേ?
എവിടെ എവിടെയാണ് കൂടുതലായി പോയി. അത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ല അവിടെയൊക്കെ തെറ്റുപറ്റും കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം ഒന്ന് ഈ വഴിയൊക്കെ പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവിടെ വരില്ല കേട്ടോ, അവിടെ കുഴി ഉണ്ടെന്നൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആ വഴി ഒന്ന് പോയേക്കണോണ്ട് എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ തെറ്റിപ്പോകും. ഡിസ്റ്റൻസ് കറക്റ്റ് സെയിം, ഇതിലൊന്നും പിന്നെ വലിയ പ്രശ്നം വരില്ല, ചെറിയ വ്യത്യാസം വന്നാലും. പക്ഷെ ഈ സീലൊക്കെ കിട്ടേണ്ട കേസിലൊക്കെ നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കാം. നമുക്ക് ഒരാളെ കൊണ്ട് പറയട്ടെ. ആര്? അമീൻ ഷാജി പറയട്ടെ. അമീനെ പറഞ്ഞോ. അമീനെ എങ്ങനെയാ വരിക? അല്ല, ലൈറ്റർ റൂള് പറ. റൂള് ലൈറ്റർ റൂള്. അമീനെ എവിടെയാ പോയേക്കണെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് പോയേക്കും. ഇവിടെ ആളിവിടെ ഉണ്ടെങ്കിലും അമീന്റെ മനസ്സ് എവിടെയാണ്? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല കേട്ടോ. നിങ്ങൾ വന്നിരുന്ന് വെറുതെ നിങ്ങളുടെ ഡാറ്റ കളയാന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ആരെ പറയാ? ഒരാൾ പറഞ്ഞോടത്തെ അമാനിലാഹി ഒന്ന് പറഞ്ഞോടത്തെ. അമാന്റെ എന്നൊക്കെ ഇപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് ഉത്തരം കിട്ടണുണ്ടോ കേട്ടോ. അമീൻ കേട്ടോളൂ. അമ്മ പറഞ്ഞോ. പാരലായിട്ട് പോണത് ഫോക്കസിൽ കൂടെ പോകും. ഇതാണ് നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടി ഇങ്ങനെ പറയുള്ളൂ കണ്ടോ. ചോദിക്കുമ്പോൾ തന്നെ പാരലായിട്ടുള്ള ഫോക്കസ്, അല്ലെങ്കിൽ ഏതാ സാറേ, എവിടെയാ സാറേ എന്നൊക്കെ ചോദിക്കും നമ്മള് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ പാരലൽ ആയിട്ടാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ റേ വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. നമ്മൾ പഠിച്ചേക്കുന്നതാണ്. F2 കൂടെ കടന്നു. ഓക്കെ, ഞാൻ വരച്ചു. ഇനി ഏതാ അമാന എടുത്തേ? ഏത് ലൈറ്റർ എടുത്തേ? അതെന്താ സെക്കൻഡ് എടുക്കാത്ത? സെക്കൻഡ് വരയ്ക്കാൻ പറ്റൂലേ? വരയ്ക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല അല്ലെ. പക്ഷെ നമ്മുടെ തേർഡ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് തേർഡ് എടുത്താൽ മതി. ഓക്കെ, തേർഡ് നേരെ വരച്ചാൽ മതിയല്ലോ, യാതൊരു പ്രശ്നമില്ല. നേരെ ഒരു ലൈറ്റർ വരയ്ക്കുക. അതെ, അപ്പൊ ഇവിടുന്ന് വരയ്ക്കുവാണ്. ഒപ്റ്റിക് സെന്ററിലൂടെ ഒരു ലൈറ്റർ കടന്നു പോകും. എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? അമീൻ ഷാജി എവിടെ മീറ്റ് ചെയ്യുന്നത് നോക്കി. അമീനെ എവിടെ മീറ്റ് ചെയ്യാ? C2 ലാ? എവിടെ C2? തൊട്ട് താഴെ അടിയിലായിട്ട്. എവിടെയാണെന്ന് പറഞ്ഞുകൊടുത്തേ? ആരാ പറഞ്ഞുകൊടുക്ക? ഹയ എവിടെയാണെന്ന് പറഞ്ഞുകൊടുത്തേ? C2യുടെ അടിയിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇമേജ് ഫോർമേഷൻ അല്ലേ സർ? എവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ F2 and C2. ബിറ്റ്വീൻ F2 and C2, ഇടയിൽ, രണ്ടിന്റെ ഇടയ്ക്കല്ലേ. നിങ്ങൾ അടിയിൽ നിന്നൊക്കെ പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുക കേട്ടോ, രണ്ടിന്റെ ഇടയ്ക്കാണ്. അല്ലാണ്ട് C2യുടെ അടിയിൽ നിങ്ങൾക്ക് എവിടെ ഇമേജ് കിട്ടിയേ? ബെഞ്ചിന്റെ അടിയിൽ പോയി നോക്കിയോ? ഇല്ല കേട്ടോ. C2യുടെയും F2യുടെയും ഇടയിൽ. നമ്മളെ പൊസിഷൻ ആണ് പറയുന്നത്. എവിടെയാണ് പൊസിഷൻ? C2യുടെയും F2യുടെയും ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ എഴുതുക. ഇവിടെയാണ് ഇമേജ് കിട്ടുക. ഓക്കെ, ഇമേജ് ബിറ്റ്വീൻ C2 ആൻഡ് F2. ഇമേജ് ബിറ്റ്വീൻ C2 and F2. ഓക്കെ, അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക കേട്ടോ. നിങ്ങൾ പലരും ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ എക്സാം പേപ്പർ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ പറഞ്ഞ മൈനസ് പ്ലസും അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇക്വേഷൻ അറിയാം. 1/v = 1/f = 1/v + 1/u എന്ന് എല്ലാവരും എഴുതുന്നുണ്ട്. ആരും അത് തെറ്റിക്കുന്നില്ല. തെറ്റുന്ന എവിടെയാ? മൈനസ് പ്ലസും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഒക്കെ തെറ്റുവാണ് കേട്ടോ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഇനി ഒന്നുകൂടെ പഠിക്കേണ്ട ഒരു അവസരം കൂടി ഉണ്ട്. അപ്പോഴാണെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും അറിയില്ല ചോദിച്ചു, അതിൽ യാതൊരു നാണക്കേടും വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഇമേജ് ഫോം ചെയ്യുന്നത് C2യുടെ F2. ആ C2 എഴുതുന്നിടത്ത് ഒരു 2F2 എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ അത് പഠിച്ചോളൂ. C2 എഴുതുമ്പോൾ അതിന്റെ കൂടെ തന്നെ 2F2 എന്നും കൂടെ എഴുതിയേക്കുക. ഓക്കെ, ഇമേജ് ഫോം ചെയ്യുന്ന C2യുടെ F2യുടെ ഇടയ്ക്കാണ്. ഇനി ഇവിടെ നോക്കിയാൽ നമ്മൾ ഇമേജ് ആക്ടിവിറ്റിയുടെ ഒന്നും സഹായം ഇവിടെ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് നേരെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെയുള്ള ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് അല്ലെ. ഒന്ന് പറഞ്ഞ ഇർഫാൻ ഷംസുദ്ദീൻ, ഇവിടെ ഇമേജ് എങ്ങനെയാ? ആ ബ്ലാക്കും റെഡും ആരോസ് നോക്കി. റെഡ് ആരോ ആണ് ഇമേജ്, ബ്ലാക്ക് ആരോ ആണ് ഒബ്ജക്റ്റ്. എന്താ കാണാൻ പറ്റുന്നത്? വലുതാണോ ചെറുതാണോ? ഡിമിനിഷ്ഡ് ആണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. അമ്മയും കുഞ്ഞും പോലെയാണ് അല്ലെ. ഇത് വലുതാണ്, ഇത് ചെറുതാണ്. ഓക്കെ, ഡിമിനിഷ്ഡ് ആണ്. പിന്നെ എന്താ, റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ആണ് തീർച്ചയായിട്ടും. ലൈറ്റ് കൂട്ടിമുട്ടിയല്ലോ, ലൈറ്റർ കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പൊ അത് റിയൽ ആണ്. റിയൽ ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ? ഇൻവേർട്ടഡ് ആണ്. മിടുക്കൻ. അത് 3 എഴുതി വെച്ചോ. ഓക്കെ, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്.
റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ്. ഓക്കെ, കഴിഞ്ഞല്ലോ. ആ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവരൊക്കെ ലോവർ ഹാൻഡ് ചെയ്തോ. കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ലോവർ ഹാൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കേസ് 3 ഒബ്ജക്റ്റ് അറ്റ് C1. കേസ് 3 ഒബ്ജക്റ്റ് അറ്റ് C1. ആരെങ്കിലും ഇത് എഴുതുന്നുണ്ടോ? വരയ്ക്കുന്നില്ലല്ലോ. ഓക്കെ, ഒബ്ജക്റ്റ് അറ്റ് C1. അത് വേറെ സെപ്പറേറ്റ് ഒന്ന് വരച്ച് നോക്കട്ടോ, റഫ് ആയിട്ടൊന്ന് വരച്ചാൽ മതിയേ, കാരണം ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട് ചിലർക്ക്. ഇത് ഞാൻ സാറിനെ പറ്റിക്കാനുള്ള വഴിയും പറഞ്ഞു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ചു നോക്കുക കേട്ടോ, സി തന്നെ കിട്ടുന്നുണ്ടോന്ന് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് സാറിനെ പറ്റിക്കാം. ഒബ്ജക്റ്റ് അറ്റ് C1 കേസ് 3 അല്ലേ? കേസ് 3 ഒബ്ജക്റ്റ് അറ്റ് C1. ഓക്കെ, റേ ഡയഗ്രാം വരച്ചോളൂ. ഒബ്ജക്റ്റ് സിയിൽ വെച്ചു. അതൊന്ന് മാറ്റി വരച്ചിട്ട് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് ബുക്കിലേക്ക് വരച്ചാൽ മതി. നേരെ ബുക്കിലേക്ക് വരയ്ക്കുക. നേരെ നിങ്ങളുടെ മെയിൻ ആയിട്ട് വരയ്ക്കണമെന്നില്ല, അവിടെ സൈഡിൽ റഫ് ആയിട്ടൊന്ന് വരച്ചു നോക്കുക. അപ്പൊ ഇതാ കോൺവെക്സ് ലെൻസ് വരച്ചു. പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. സിയും എഫും ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. കറക്റ്റ് ഡിസ്റ്റൻസിലായിരിക്കും കേട്ടോ. നിങ്ങൾ എത്ര എടുത്താലും കുഴപ്പമില്ല, ആ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കണം. എഫ് സി, അതുപോലെ റൈറ്റ് സൈഡിലും എഫ് സി. ഈ എഫ് സി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നതും കാണാറുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. എഫ് സി റൈറ്റ് സൈഡിലേക്കും എഫ് സി, ലെഫ്റ്റ് സൈഡിലേക്കും എഫ് സി. ഓർത്തിരിക്കുക. വേറെ ഒയിന്ന് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കും എഫ് സി ആണ്, ലെഫ്റ്റ് സൈഡിലേക്കും എഫ് സി ആണ്. അപ്പൊ അത് പഠിച്ച് അത് മനസ്സിലാവുന്നവർക്ക് തെറ്റൂല, കാരണം ഫോക്കൽ ലെങ്ത് ആണ്, അതിന്റെ ഡബിൾ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. അങ്ങനെ മനസ്സിലാക്കി വരയ്ക്കുക, വെറുതെ എഴുതി പോകണ്ട. പിന്നെ എഴുതുമ്പോ F1 C1 F2 C2, C2യുടെ ബ്രാക്കറ്റില് 2F2 എന്നും കൂടെ എഴുതിയേക്കുക. 2F2, C1ന്റെ ബ്രാക്കറ്റില് 2F1, അങ്ങനെയും പറയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? സിയില് ഒബ്ജക്റ്റ് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, ഏതെങ്കിലും 2 റൂൾ എടുത്ത് വരയ്ക്കുക. ഏതെങ്കിലും 2 റൂൾ എടുത്തിട്ട് എന്നിട്ട് ഇമേജ് എവിടെയാണ് കിട്ടുന്നത് നോക്കുക. ഓക്കെ, വരച്ചോളൂ. വരച്ച് കഴിയുമ്പോൾ അൺറൈസ് ചെയ്ത് വെച്ചു. കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ശ്രേയക്ക് എവിടെ കിട്ടിയേ? അല്ലല്ലോ, C2 എന്തോ പറഞ്ഞു. അത് C2 അല്ലെങ്കിൽ 2F2. ആ അങ്ങനെ പറഞ്ഞു. ഓക്കെ ഓക്കെ, മിടുക്കി. അബിൻ പറഞ്ഞോ, അബിൻ എവിടെ കിട്ടിയേ? സാർ എനിക്ക് ബിറ്റ്വീൻ F2 ആൻഡ് C2. പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹലീമിന് എവിടെ കിട്ടിയ? ഹലീമിന് അറ്റ് സി. ഓക്കെ. അമീൻ ഷാജിക്ക് കിട്ടിയ? അമീൻ ആ ബുക്കൊന്നും തന്നെ കാണിച്ചു തരണം കേട്ടോ, ക്ലാസ് തീരുമ്പോ കേട്ടോ. അമീൻ എന്തൊക്കെയോ മൈൻഡ് ഡൈവേർട്ട് ആയി പോകുന്നുണ്ട് അമീന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ. എന്താന്ന് അറിയില്ല, എന്താന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാം. ഐഷ നെസ്റ്റിൻ എവിടെ കിട്ടിയേ? അൽഫിയക്ക് എവിടെ കിട്ടിയേ? അൽഫിയ സിദ്ദീഖ് C2. ഓക്കെ. ബാക്കിയുള്ളവരും വരച്ചോളൂ. ഷഹൻ എന്തായി? ഷഹനെ മായിൻഷ പി എന്തായി? മായിൻഷ നല്ല ദൂരെയാണ്, CCTV കാണുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മായിൻഷ പറഞ്ഞോ. പോരാന്നോ അങ്ങോട്ട്? ഓക്കെ. എൽദോസ് അജി പറഞ്ഞോ. എൽദോസ് നടുക്കായി പോയി. എന്നിട്ട്
2 തവണ വരച്ചിട്ടായില്ലെങ്കിൽ നിർത്തിക്കോ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറ്റിക്കാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ഓക്കെ, മൈൻഷാ പറഞ്ഞോ. സാർ തെറ്റിപ്പോയി. തെറ്റിപ്പോയി. ഓക്കെ, എവിടെയാ കിട്ടിയേ? സീറ്റോടെ പുറകിലേക്ക്. അത് ചിലപ്പോ ചെറിയ വ്യത്യാസമൊക്കെ വരും. അത് കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഐഡിയ പറഞ്ഞുതരാം. എല്ലാരും ഒന്ന് കഴിയട്ടെ. കറക്റ്റ് ആയിട്ട് കിട്ടിയ ഓക്കെ, അവിടെ നിർത്തിക്കോ. ഷാരൂഖിന് എവിടെയാ മോനെ കിട്ടിയേ? ഷാരൂഖ് ഫാറൂഖ് എവിടെയാ കിട്ടിയേ? ഇടയ്ക്ക് കിട്ടി. ഇർഫാനോ? ഇർഫാൻ ഷംസുദ്ദീൻ എവിടെയാ പോയിട്ട്? ഇർഫാൻ സി തന്നെ കിട്ടി. ഓക്കെ, പിന്നെ എന്താ പ്രശ്നം? അല്ല, ഒരു 50% പേർക്ക് കിട്ടിയില്ല, ഒരു 50-70%. ഒന്ന് കൈബുക്കി എത്ര പേർക്ക് കിട്ടി ഞാൻ നോക്കട്ടെ, ഒന്ന് എണ്ണി നോക്കട്ടെ എത്ര പേർക്ക് വരച്ച് കറക്റ്റ് കേട്ടോ. യാതൊരു ഉടായ്പ. ചിലർക്ക് ഇങ്ങനെയൊക്കെ വളച്ചു പിടിച്ചൊക്കെ സീലേക്ക് എത്തിക്കും കേട്ടോ. അതൊന്നും അല്ലാണ്ട് കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇത്രയും പേർക്ക് കിട്ടി. ഓക്കെ, വെരി കൈതാതി. ഓക്കെ, ഇനി വരച്ചോണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ഇനി നിർത്തിക്കോ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ C1 ഈ കേസ് ചെയ്യുമ്പോ തന്നെ നമുക്കറിയാം എവിടെ ഇമേജ് കിട്ടുന്നതെന്ന്, അല്ലെ? C2 ഒബ്ജക്റ്റ് വയ്ക്കുമ്പോ തന്നെ നമുക്കറിയാം എവിടെയാ കിട്ടണ്ടേ? ഇർഫാൻ എവിടെയാ നമുക്ക് കിട്ടണ്ടേ? സി തന്നെ. സി തന്നെ കിട്ടണ്ടേന്ന് പറയാം. സെയിം സൈസ് ആണെന്ന് പറയാലോ. നിങ്ങൾ ആദ്യം തന്നെ അവിടെ അങ്ങ് ഇമേജ് വരച്ചു വെച്ചോ പിള്ളേരെ. ഇനി തെറ്റണ്ട, ആദ്യം തന്നെ അവിടെ ഇമേജ് വരച്ചു വെച്ചോ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അവിടെ തന്നെ കിട്ടി. ഇനിയിപ്പോ നമ്മൾ വരച്ച് കറക്റ്റ് ചെയ്താ പോരെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? പാരലൽ ആയിട്ട് ഒരു റേ വരയ്ക്കുക. ഓക്കെ, ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇനി വരയ്ക്കുമ്പോൾ നോക്കി, അത് കറക്റ്റ് അതിലൂടെ കടന്നു പോകുന്ന രീതിക്ക് ഒരു അല്പം പൊടിക്കും ആരെങ്കിലും കുഴപ്പമില്ല. കണ്ടോ? ഫോക്കസിൽ കൂടെ കടത്തി വിടുക. ഓക്കെ, സിമ്പിൾ. മായമില്ല, മന്ത്രമില്ല, സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എങ്ങനെയാണ്? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുമ്പോ എങ്ങനെ വരയ്ക്കും നമ്മളിതാ? ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്നത് അത് കറക്റ്റ് മീറ്റ് ചെയ്തില്ല അല്ലെ? സോറി. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്തിട്ട് ആദ്യം തന്നെ വരച്ചു, പിന്നെ പാരലായിട്ട് കടന്നു പോകുന്ന ഫോക്കസിൽ കൂടെ. ഓക്കെ, ചെറിയൊരു ഉടായ്പാണ്, എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടും. ഓക്കെ, കിട്ടാത്തവർ കേട്ടോ. അല്ലാത്തവർ നേരെ തന്നെ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം കേട്ടോ, നിങ്ങൾ വെറുതെ വരച്ച് സമയം കളയണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞാണ്. ഓക്കെ, അല്ലാത്തവർ ഇങ്ങനെ തന്നെ ചെയ്തോ, നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ നോക്കുന്ന സാറിന് നിങ്ങൾ കുഴപ്പമില്ല, അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അല്ലാണ്ട് ഇപ്പൊ വരയ്ക്ക് സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വല്പം ചെരിഞ്ഞിട്ടുണ്ടോ, പോയിന്റിൽ നിന്ന് അല്പം മാറിയിട്ടുണ്ടോ, ഒന്നും കുഴപ്പമില്ലല്ലോ. ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞോ. ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും വെച്ചൊന്ന് കാണിക്കാലോ. ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും വെച്ച് വരച്ച് കാണിക്കാം. സെക്കൻഡ് റൂള് നമ്മൾ എങ്ങനെയാ പഠിച്ച? ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റർ അല്ലെ? ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റർ വരയ്ക്കുമ്പോ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റർ വരയ്ക്കുക. അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. ക്ലിയർ ആണോ അച്ചു? ഓക്കെ, നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് 2 മതി. ഓക്കെ, അപ്പൊ ഇതിന് മാത്രം നിങ്ങൾക്ക് ചെറിയൊരു ചെറിയൊരു ലൈഫ് ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എവിടെ ഇമേജ് ഫോം ചെയ്യുന്ന ഇമേജിന്റെ സൈസും അറിയാം, ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിപ്പോ വരച്ച് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. അതായത് ചിലർ ഇങ്ങനെയൊക്കെ വരച്ചു വെക്കുന്നുണ്ട്, അപ്പൊ വലിയ മണ്ടത്തിലാണ്. ചിലർ ഇവിടെയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ചെരിച്ചൊക്കെ ഇമേജ് വരയ്ക്കുന്നത്, ഇങ്ങനെയൊക്കെ ആക്കി വെക്കും. എങ്ങനെയെങ്കിലും ഒക്കെ സീൽ എത്തിക്കണമല്ലോ ഇതിനെ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കി വെക്കും. ഇങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ, അതൊക്കെ തെറ്റാണ്, വെട്ടിയിടും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ആദ്യം തന്നെ ഇമേജ് വരച്ചു വെച്ചേക്കാം. സീലാണെങ്കിൽ മാത്രമായിട്ട് ഇത് ചെയ്യാവുള്ളൂ, ബാക്കിയുള്ള കേസിലൊന്നും നമുക്ക് അറിയില്ല സൈസും എവിടെയാണെന്നൊരു ഏകദേശം അറിയാവുള്ളൂ. പിന്നെ സീഡ് ഇടയ്ക്കാന്നല്ല അറിയാവുള്ളൂ. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി അടുത്താണ് കേസ് 3, ഒബ്ജക്ട് ബിറ്റ്വീൻ C1 ആൻഡ് F1. കേസ് 4 അല്ലെ? കേസ് 4 ഒബ്ജക്ട് ബിറ്റ്വീൻ C1 ആൻഡ് F1. നിങ്ങൾ തന്നെ കേട്ടോ, ഞാൻ വരയ്ക്കില്ല, നിങ്ങൾ തന്നെ ചെയ്യുക. ലെൻസ് വരയ്ക്കുക. ഇമേജിന്റെ പ്രത്യേകത പറഞ്ഞില്ലല്ലോ. പ്രത്യേകത എന്തൊക്കെയാ? ആരാ പറയാ? ഹയ പറഞ്ഞോ. പ്രത്യേകത എന്തൊക്കെയാ? ഇമേജ് എവിടെയാ ഫോം ചെയ്യുക? Image at C2. ഇമേജ് അറ്റ് C2. ഓക്കെ, ഞാൻ ചോദിച്ചോളാം, വേറെ ചോദിച്ചോളാം.
ഇമേജ് അറ്റ് C2. ഓക്കെ. ഷഹൻ, ബാക്കി പ്രത്യേകത പറഞ്ഞോ. റിയൽ ആണ്. ഓക്കെ. പിന്നെ ഇൻവെർട്ടഡ് ആണ്. എൻലാർജ്ഡ് ആണ്. ഓക്കെ. എൻലാർജ്ഡോ? അയ്യോ, ഇപ്പൊ എഴുതി പോയ. എൻലാർജ്ഡാ സീല് വെക്കുമ്പോഴാ? ഇത് നോക്കി, അത് രണ്ടും നോക്കി. നമ്മളല്ലേ പറഞ്ഞേ ലൈവിന് കുറച്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നോട്ട് ലൈവ് അതെ അതെ, സീഡി ആണ് സെയിം സൈസ്. സീൽ എന്ത് ഡൗട്ടാ, സീലാണ് സെയിം സൈസ് ആണ് കേട്ടോ. ഓക്കെ, അത് ഒരിക്കലും മറക്കില്ല. നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് തുടങ്ങിയത് തന്നെ അതല്ലേ. സി വെച്ചല്ലേ നമ്മൾ തുടങ്ങുന്നത് തന്നെ. സെയിം സൈസിൽ കിട്ടണ എവിടെയാന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ഫിക്സ് ചെയ്തത് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അതൊന്നും മാറിപ്പോരുതേ. സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്ട് എന്ന് എഴുതിയാൽ കുറച്ചുകൂടെ നല്ലതാണ്. അല്ലെങ്കിൽ സെയിം സൈസ് എഴുതിയാലും മതി. ഉദ്ദേശിക്കുന്ന ഒബ്ജക്ട് ആണെന്ന് മനസ്സിലാക്കുക. ഒബ്ജക്റ്റിന്റെ അതേ സൈസ്. ഓക്കെ, അപ്പൊ ഇമേജ് ഫോം ചെയ്യുന്നത് C2 അല്ലെങ്കിൽ F2 കേട്ടോ. C2 എന്നും പറയാം, F2 എന്നും പറയാം. 2F2. വരുമോ? 2F2 C2 അല്ലെങ്കിൽ 2F2. റിയൽ, ഇൻവേർട്ടഡ്, സെയിം സൈസ്. ഓക്കെ, അടുത്ത് നിങ്ങൾ വരച്ചോ. നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ വരച്ചോളൂ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? സി മാർക്ക് ചെയ്യുക. അതൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. എഫ് മാർക്ക് ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിലേക്കും FC, ലെഫ്റ്റ് സൈഡിലേക്കും FC. സെന്ററിൽ ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് വെക്കേണ്ടത് C1ന്റെയും F1ന്റെയും ഇടയിൽ. ബിറ്റ്വീൻ നടുക്കാവണം നിർബന്ധമില്ല. സിയിലേക്ക് ഒത്തിരി ചേരാൻ നിന്ന് കഴിഞ്ഞാൽ അത് സിയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുവല്ലേ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു സെന്ററിലേക്ക് ആക്കി വരച്ചാൽ മതി. സിയിലേക്ക് ഒത്തിരി അടുപ്പിച്ച് കഴിഞ്ഞാൽ അത് സിയിലേക്ക് അടുത്തേക്ക് പോകും. ഓക്കെ, അതുകൊണ്ട് സെന്ററിലേക്ക് വയ്ക്കുക. C1, F1, F2, C2. അതുപോലെ F1ലേക്ക് അടുപ്പിച്ചാലും പ്രശ്നമാണ്. F1ലേക്ക് അടുപ്പിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഡൈവേർട്ട് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഏകദേശം ഒരു നടുക്ക് വരച്ചാൽ മതി, കുഴപ്പമില്ല. നിങ്ങൾ വരച്ചു കഴിയുന്നവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. ഡയഗ്രം വരച്ചു കഴിയുന്നവർ ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. വെരി ഗുഡ്. ഓക്കെ, അമീൻ ഷാജി വരച്ചോ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഒന്ന് കാണിക്കണം കേട്ടോ. ഞാൻ പറയുമ്പോൾ കാണിച്ചാൽ മതി. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് കഴിയട്ടെ. അബിൻ വരച്ചു കഴിഞ്ഞു. അബിൻ എന്താണ് അവസ്ഥ? സാർ ഇപ്പൊ കഴിയും. അയാൻ ഇബ്രാഹിം എവിടെയാ കിട്ടിയേ? ബിയോണ്ട് സീറ്റ്. ഓക്കെ, എഫിന്റെ സീറ്റ് ഇടയ്ക്കല്ലേ? എല്ലാവരും ഒന്ന് കാണിച്ചു നോക്കട്ടെ. ക്യാമറ കാണിച്ചു. എല്ലാരും കാണിക്കട്ടോ. കുറച്ചു പേര് ഇങ്ങനെ മാറി നിൽക്കല്ലേ. എല്ലാരും കാണിച്ച ക്യാമറയില്. ഓക്കെ. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും സിയുടെ പുറകിൽ കിട്ടാത്ത? അതിന് കൈ താത്തി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. ഇതിലൊരാള് കാണിച്ചിട്ടില്ലല്ലോ. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ കാണിച്ചില്ല. എന്തു പറ്റി? ഞാൻ പറഞ്ഞാണല്ലോ കാണിക്കണം, എഴുതാൻ നിൽക്കരുത്. അതപ്പോ പറയണം, സാറേ ഞാൻ വരച്ചു കഴിഞ്ഞില്ല കേട്ടാ. നിങ്ങളല്ലേ നിങ്ങളുടെ കാര്യം സംസാരിക്കണ്ടേ കേട്ടാ. പ്രത്യേകിച്ച് ഓൺലൈനിൽ ഭയങ്കര പ്രശ്നമാണ് നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ. നമ്മൾ മുന്നോട്ട് പോകും. എനിക്കറിയില്ല നിങ്ങൾ എന്തോരം വരച്ചു. അപ്പൊ പറയാ. പറഞ്ഞു, അഭിനെ പറഞ്ഞു.
സാർ എന്റെ റേ കൂട്ടിമുട്ടാൻ ഇങ്ങനെ പോണം, ബുക്ക് തികയില്ല. അപ്പൊ കുഴപ്പമില്ല. അല്ല അത് കൂട്ടി മുട്ടിച്ചേക്കാം കേട്ടോ. എക്സാമിനാണെങ്കിലേ ആ. ഇപ്പൊ ജസ്റ്റ് കാണിച്ചാ മതി. ബുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമിന് കാണിച്ചേക്കാം. അത് എനിക്ക് തോന്നണ എഫിലേക്ക് അങ്ങോട്ട് ഒത്തിരി ചേർന്ന് പോയോ? സാർ ഇല്ല സാർ, നടുക്കായിട്ടാ വരച്ചത്. നടുക്കാണോ? എന്നാൽ സീഡ് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് കൂട്ടി മുട്ടിക്കോളും. ആ സീഡ് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലേ, അതായത് സീലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ കേട്ടോ. നടുക്ക് വരച്ചിട്ട് കിട്ടിയില്ല, അത് പിന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ കുഴപ്പമില്ല, അത് മതി. അപ്പൊ ആദ്യം തന്നെ പാരലായിട്ട് റേ വരയ്ക്കുക, അത് ഫോക്കസിൽ മീറ്റ് ചെയ്യുന്ന കാണിക്കുക അല്ലെ. ഓക്കെ, നമുക്ക് നാളെ വരച്ചാൽ പോരെ? 9 ഓക്കെ, നമുക്ക് നാളെ ഇതിന്റെ ഫോർമേഷൻ വരെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നിന്നോളൂ, ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. സാർ ബുക്ക് കാണിക്കാൻ വന്നതാണ്. അമീൻ വെയിറ്റ് ഞാൻ പറയാം. അമീൻ ഒന്ന് ബുക്ക് കാണിച്ചേ. അമീൻ ഒന്നും എഴുതണല്ലേ? സാർ ഇന്ന് എഴുതാണ്. ഇന്ന് എഴുതി കാണിച്ചാൽ മതി. എന്താണ് ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണല്ലോ ചോദിക്കുന്നത്, അതിന് പോലും ആൻസർ ഇല്ലാത്ത എന്ത്? എഴുതിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ? ഓക്കെ, മറച്ചു. പിന്നെന്താ കുഴപ്പം? എന്താ ശ്രദ്ധ കിട്ടുന്നില്ലേ ക്ലാസ്സില്? പിന്നെന്താ? അല്ല, ചോദിച്ചാൽ എനിക്ക് ശരിക്കും മനസ്സിലായ. അത് പറ, ക്വസ്റ്റ്യൻ മനസ്സിലായി സാറേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഒന്നും അറിയാണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയില്ല എന്നല്ലേ വിചാരിക്കാം കേട്ടാ. ഓക്കെ, ഷാനെ പറഞ്ഞോ. സാർ, എനിക്ക് ആ ഇമേജ് കിട്ടിയ ഒത്തിരി ദൂരത്തേക്ക് വരച്ചാലേ കിട്ടണുള്ളൂ. ഈ സീയിലേക്ക് കുറച്ച് ചേർത്തിട്ട് വരച്ചു നോക്കി, മനസ്സിലായോ? അതായത് എവിടെയാ വരച്ചേ? കറക്റ്റ് സെന്ററിലാണോ വരച്ചേ? സാർ, ഈ പേജിന്റെ ഇങ്ങനെ വരച്ചപ്പോ ബുക്ക് തന്നെ ഇച്ചിരൂടെ നീട്ടി വരയ്ക്കണം, എന്നാലും അതൊരു പണിയാ. ആ സീയിലേക്ക് ഒരല്പം ചേർത്തിട്ട് ഒന്ന് വരച്ചു നോക്കി. ആ ഒബ്ജക്റ്റ് ഇല്ലേ, നടുക്കല്ലേ ഇപ്പൊ വച്ചേ? സീയിലേക്ക് ഒരല്പം ചേർത്ത്, അപ്പൊ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നോളൂ അത്. കാരണം സീയിലേക്ക് അടുക്കും തോറും, കാരണം സീല് വന്നു കഴിഞ്ഞാൽ സീലല്ലേ കിട്ടണ്ടേ? അപ്പൊ സീല് ഒരല്പം മാറ്റി കഴിഞ്ഞാൽ സീയുടെ തൊട്ടപ്പുറം പൊക്കോളൂ അത്. ഒത്തിരി മാറുമ്പോൾ, കാരണം അത് ഇൻഫിനിറ്റിയുടെ കേസിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ഫോക്കസ് ആയിക്കൊണ്ടിരിക്കുക, അതാണ് കേട്ടോ. അതുകൊണ്ട് എഫിലേക്ക് അധികം പോകണ്ട, കുറച്ച് ഇപ്പുറം വെച്ചാൽ അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ. ഓക്കെ. ഓക്കെ സാർ.